ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ദുബായിൽ ഒരു കമ്പനി അവിടെ വർക്ക് ആവുന്നുണ്ട്, അത് കേരളത്തിൽ വർക്ക് ആവുന്ന ഒരു പ്രോബ്ലമാറ്റിക്കലി ഒന്നും അറിഞ്ഞൂടാ. അവർ ഈ ഫണ്ട് ഉണ്ടാവും, അവരിവിടെ വരും, എന്നാൽ പിന്നെ ഇവിടെ ലൊക്കേഷൻ ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യും, ഫണ്ട് ഇറക്കും. അവർ നല്ല ആൾക്കാരൊക്കെ റെസ്യൂമെ കണ്ടിട്ട് ഹയർ ചെയ്യും. അവർ ചെയ്യുമ്പോൾ പറയും, സാർ എനിക്കിതിന് എക്സ്പെർട്ടീസ് ഉണ്ട്. മാർക്കറ്റ് നടക്കത്തില്ല, ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു വർഷം ഓടിക്കും, സ്ഥാപനം ഇല്ലാതെയായി, അത്ര പൈസയും പോയി. ഇതാണിപ്പോൾ നടക്കുന്നത്. ക്രോസ് സെല്ലിങ്ങിന് ഒരു കഥയുള്ളൂ ഇവർക്ക് അറിയാവുന്നത്. ഏതാ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആര്യാസിലെ വട വിൽക്കുന്നത്. യെസ്, ദോശയുടെ കൂടെ വട വിൽക്കാൻ പറ്റും. ഒരു എട്ടെക് കമ്പനിക്ക് ക്രോസ് സെല്ലിങ് പഠിപ്പിക്കുന്നത് ഈ കഥ വെച്ചിട്ടാണോ? അവിടുത്തെ സെയിൽസ് ടീം എന്താണ് മനസ്സിലാക്കേണ്ടത്? അവൻ്റെ പ്രൊഡക്റ്റ് വടയാണെന്നോ അതോ ദോശയാണെന്നോ? ഇവിടുത്തെ പ്രമുഖ ട്രെയിനേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ വിശ്വസിക്കരുത്, അവൻ കള്ളനാണ്, അവൻ നിങ്ങളെ പറ്റിക്കും. പിന്നെ എങ്ങനെയാണ് ബിസിനസ് ഓണർ മാനേജറിനെയും HR-നെയും അക്കൗണ്ട്സുകാരനെയും വിശ്വസിക്കുന്നത്? ഈ മോട്ടിവേഷൻ അല്ലേ കേൾക്കുന്നത്? റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് പുറത്തുനിന്നുള്ള എക്സ്പേർട്സിൻ്റെ ഇരുന്ന് ഇവരുടെ കിട്ടിക്കഴിയുമ്പോൾ ഈ സെയിൽസിൻ്റെ പടക്കുതിരകൾ പോലെ ഇവർ കുതിക്കാൻ തുടങ്ങും. സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് സാലറി, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻസെൻറ്റീവ്. യെസ്, അൺലിമിറ്റഡ് മണി. സെയിൽസ് നല്ലപോലെ പഠിച്ചാണ്ടല്ലോ ഒരു മാസം 1 കോടി വരെ ഉണ്ടാക്കാം. പിന്നെ മാർക്കറ്റിംഗ് ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് 1000-10,000 ലീഡ്സ് മന്ത്ലി ജനറേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സിന് കൺവേർഷൻ പറയുമ്പം 1% ആണ് അവർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? വാട്ട് മൈറ്റ് ബി ദ റീസൺ? നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് മനു വർഗീസ്, ഞാനൊരു ഗ്രോത്ത് മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു സെഷൻ ബിസിനസ് ഗ്രോത്ത് ക്ലബ്ബാണ് ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ജാക്സൺ ജോസ് അതുപോലെ തന്നെ മിജോ, രണ്ടുപേരും കേരളത്തിലെ ഇപ്പോഴത്തെ ടോപ്പ് കോർപ്പറേറ്റ് ട്രെയിനേഴ്സാണ്. ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഇതിനെപ്പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. എന്താണ് സെയിൽസ് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്? ഇപ്പം മനു, നമ്മളിപ്പോൾ ആ ഒരു സെയിൽസിൻ്റെ ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഒരു കാര്യം, നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടല്ലേ ചാക്കോ മാഷ് പറഞ്ഞത് ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണെന്ന്. പക്ഷേ റിയാലിറ്റി ഭൂമിയുടെ സ്പന്ദനം സെയിൽസിലാണ്. സെയിൽസ് ഇല്ലെങ്കിൽ എക്കോണമി ഇല്ല. സോ സെയിൽസ് എവിടുന്ന് തുടങ്ങി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും എല്ലാം പഠിക്കുന്നത് നമ്മുടെ അമ്മയിൽ നിന്നല്ലേ, മാതാപിതാക്കളിൽ നിന്നാണ്. നമ്മൾ ആദ്യമായി സെയിൽസ് പഠിച്ചത് നമ്മുടെ അമ്മയുടെ അടുത്തു നിന്നാണ്. നമ്മുടെ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, മോനെ എടാ ഇന്നടാ 30 രൂപ, മോൻ പോയിട്ട് 2 പാക്കറ്റ് പാല് വാങ്ങിച്ചുകൊണ്ട് പോവാ, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചുകൊണ്ട് പോവാ, ബാക്കിക്ക് മോന് ഒരു മുട്ടായി വാങ്ങിച്ച് കഴിച്ചോ എന്ന് പറയുന്നിടത്തു നിന്ന് നമ്മളൊരു കണ്ടീഷൻ വെച്ച് തുടങ്ങിയതാണ് സെയിൽസ്. അതിനെ നമ്മൾ ടാക്കിൾ ചെയ്ത് തുടങ്ങിയത് എങ്ങനെയാണ്? അമ്മ പറയുന്നത് 1 രൂപയുടെ മുട്ടായി വാങ്ങിക്കാനാണെങ്കിൽ നമ്മൾ പറയും, ഞാൻ പോകണമെങ്കിൽ എനിക്ക് 5 രൂപയുടെ എക്ലേഴ്സ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ചോക്കോബാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇത് വാങ്ങണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്ത് തുടങ്ങുന്നിടത്തു നിന്നാണ് നമ്മൾ ആദ്യത്തെ സെയിൽസ് പഠിച്ചു തുടങ്ങിയത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂമിയുടെ സ്പന്ദനം സെയിൽസിനാണ്. സെയിൽസ് ഇല്ലെങ്കിൽ 0 ആണ്. ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി തന്നെ എടുത്തു നോക്കിക്കേ, ഓരോരുത്തർ പല പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ഇത് വിൽക്കാൻ ആൾ വേണ്ടേ? മാർക്കറ്റ് ചെയ്തു, ബ്രാൻഡ് ചെയ്തു, കാശ് വരണമെങ്കിൽ സെയിൽസ് നടക്കണം. സെയിൽസ് ഇല്ലെങ്കിൽ ആ സാധനം അവിടെ ഇരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് സെയിൽ ചെയ്യാൻ, അത് വിൽക്കുന്നത് ഒരു സെയിൽസ്മാൻ, അത് ഒരു കടയിലേക്ക് കൊണ്ടുവച്ചത് അവിടുന്ന് അടുത്തൊരു സെയിൽസ്മാൻ അത് വിൽക്കുന്നു, മറ്റൊരു സെയിൽസ് പേഴ്സൺ അതിനെ വാങ്ങി കൺസ്യൂം ചെയ്യുന്നു. സോ എല്ലായിടത്തും സെയിൽസാണ്. ട്രയാഗ്നലി നമ്മൾ നോക്കിയാൽ സെയിൽസാണ് നടക്കുന്നത്. സെയിൽസ് ഇല്ലെങ്കിൽ ഈ ഭൂമിയുടെ സ്പന്ദനമല്ല ഞാൻ പറയുന്നത് എന്ന് പറയാൻ, ആക്ച്വലി നമ്മൾ ഇരുട്ടിലാകും എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. കോർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡിൽ സെയിൽസ് തന്നെയാണ്. ഡെഫിനറ്റ്ലി സെയിൽസ് ആണ്. അപ്പം ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ചോദ്യം അത് വരുമ്പം, സെയിൽസ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ ശരിക്കും എത്രയാണ് ഈ സെയിൽസിൽ സ്പെൻഡ് ചെയ്യുന്നത്? മിക്ക കമ്പനികളും മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് എല്ലാം സ്പെൻഡ് ചെയ്യും. പക്ഷേ സെയിൽസിൽ ശരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതായത് ഇതിൻ്റെ ഒരു വീക്ക്നെസ് കാണുന്നതെന്ന് വെച്ചാൽ, സെയിൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സെയിൽസ് സ്റ്റാഫിൻ്റെ ജോലിയാണ്, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവർ തന്നെയാണ് ഇത് ഓരോ സെയിലും ക്ലോസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നാണ് മോസ്റ്റ് ഓഫ് ദി ബിസിനസ് ഓണേഴ്സും ചിന്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ മാക്സിമം ടാർഗറ്റ് കൊടുക്കുന്നതും അത് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞ് പുഷ് ചെയ്യണതും പ്രഷർ കൊടുക്കുന്നതൊക്കെ. കാരണം നമുക്കറിയാം ഒത്തിരി സെയിൽസ് സ്റ്റാഫാണ് പെട്ടെന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്ത് 1 or 2 മന്തിൽ തന്നെ അവർ പെട്ടെന്ന് ഇറങ്ങിപ്പോവും. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ചാടി പോകുന്നതാവാം. പിന്നെ ഈ പറയുന്ന ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫ്രസ്ട്രേഷനും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെയിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ ഒരിക്കലും എപ്പോഴും എല്ലാ കമ്പനീസിനും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള സെയിൽസ് പേഴ്സണെ കിട്ടണമെന്നില്ല. പക്ഷേ വരുന്ന അത്യാവശ്യം ടാലൻറ്റഡ് ആയിട്ടുള്ള ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ളവരെ ട്രെയിൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയെടുത്ത് മാക്സിമം സെയിൽസ് ക്ലോഷർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ
പല ബിസിനസ് ഓണേഴ്സും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ലോ പെർഫോമൻസ് വരുന്നതും ഹയർ ആൻഡ് ഫയർ കൂടുതലും നടക്കുന്നത്. മനസ്സിലായി. അത് വേറെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിങ്ങിലാണെങ്കിൽ നല്ല സ്റ്റാഫ്സിനെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ നമ്മൾ ഹയർ ചെയ്യും. പക്ഷേ ഈ സെയിൽസിൽ എന്ത് തരത്തിലെ ട്രെയിനിങ്സ് അല്ലെ എന്താണ് ഈ സ്റ്റാഫ്സിന് ഇപ്പം അവർ കൊടുക്കുന്നത്? അവർ ക്വാളിഫൈഡ് ആണോ? ഇപ്പം മിക്ക സെയിൽസിലും അവർ എവിടെ നിന്ന് ഈ സെയിൽസ് പഠിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പം മനു അതിനകത്ത് വളരെ പ്രാക്ടിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പം മനു പറഞ്ഞ പോലെ ബ്രാൻഡിങ്ങിന് ആളുകൾ പൈസ മുടക്കി, മാർക്കറ്റിങ്ങിന് കാശ് മുടക്കി. മാർക്കറ്റിങ്ങിന് 1 ലക്ഷമോ 2 ലക്ഷം രൂപ മുടക്കി മെറ്റ ആഡ് ചെയ്ത് 1000 2000 അല്ലെങ്കിൽ 10,000 ലീഡ് ജനറേറ്റ് ചെയ്യുന്നു. എൻഡ് ഓഫ് ദ ഡേ സെയിൽസ് ഫോഴ്സ് ടീം അല്ലെങ്കിൽ സെയിൽസ് ടീം പെർഫെക്റ്റ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? 1% പോലും അവിടെ ക്ലോഷർ നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടൊരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ അവിടെ പറയുന്നത് അവരുടെ സ്വന്തം മാർക്കറ്റിംഗ് ടീമാണെങ്കിൽ അവരെ കുറ്റം പറയും. ഇനിയല്ല ഏജൻസി ആണ് എങ്കിൽ ആ മാർക്കറ്റിംഗ് ഏജൻസിയെ പറ്റി പറയും, നിങ്ങളുടെ പരിപാടി കൊള്ളത്തില്ല, നിങ്ങൾ ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊള്ളില്ല, നിങ്ങളുടെ ലീഡ് കൊള്ളില്ല. എൻഡ് ഓഫ് ദ ഡേ ട്രെയിനിങ്, ടാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്, അതിനെ നമ്മൾ വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡുമാണ്. ചിലർക്ക് പ്രൊഡക്റ്റ് നോളജ് ആയിരിക്കും ഇല്ലാത്തത്, ചിലർക്ക് പ്രൈസ് പിച്ചിങ് ആയിരിക്കും അറിയാത്തത്, ചിലർക്ക് അവരുടെ പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് ആളുകളോട് പിച്ച് ചെയ്യേണ്ടതെന്ന് പറയാനായിരിക്കും അറിയാത്തത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും. സെയിൽസ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. നിങ്ങൾ ഇന്ന് ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടാത്തൊരു പ്രൊഡക്റ്റിനോട് നോ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് വന്നൊരു സെയിൽസ് പേഴ്സൺ ഒരു പ്രോഡക്റ്റ് പിച്ച് ചെയ്യുന്നു, നിങ്ങൾ ലുലുവിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മോളിൽ പോയി സർ ഇത് വേണോ എന്ന് ചോദിക്കുന്നിടത്ത് നിങ്ങൾ നോ പറയുന്നുണ്ടെങ്കിൽ യു ആർ എ സെയിൽസ് പേഴ്സൺ. നിങ്ങൾക്ക് സെയിൽസ് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ നോ പറയുന്നത്. നിങ്ങൾക്ക് സെയിൽസ് അറിയത്തില്ലെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് പോരും, ആ ടാക്കിലെങ്കിൽ നിങ്ങൾ വീഴും. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. പിന്നെ അതിന് ആകെ വേണ്ടത് ഷാർപ്പനിങ് ആണ്, അല്ലെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി മോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ മോൾഡ് ചെയ്യുന്നതിൽ പെർഫെക്റ്റ്ലി നമ്മൾ ഓറിയൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സെയിൽസ് പേഴ്സൺ പെർഫെക്റ്റ്ലി സെയിൽസ് പഠിക്കുന്നത്. കാരണം സെയിൽസ് എന്ന് പറയുന്നത് ചുമ്മാത് സംസാരിച്ചാൽ വിൽക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന തോട്ട് പ്രോസസ്സ് മാറ്റണം. ആർക്കും സെല്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതും മാറ്റണം. അതെ, ബേസിക്കലി മിക്ക സ്ഥലത്തും സെയിൽസ് പേഴ്സൺസ് അല്ല ഉള്ളത്, ടെലികോളേഴ്സാണ് ഉള്ളത്. ഒരാൾ നമ്മൾ വിളിച്ചാൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ നല്ലൊരു ടീമിൽ ഹയർ ചെയ്തിട്ടുണ്ട് സ്റ്റാഫ്സിനെ, അവരെ പഠിപ്പിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് മാത്രമേ അവർ പറയുള്ളൂ. കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കത്തില്ല, ആ പ്രോഡക്റ്റ് മനസ്സിലാക്കത്തില്ല. സർ ഈ ഓഫർ ഉണ്ട്, ഇതുണ്ട്, വേണോ? ഉണ്ടെങ്കിൽ സാറിന് എടുക്കാം, ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഈ ഒരു ഇത് വെച്ചിട്ടാണ് മിക്ക ബിസിനസ്സുകൾ ഇപ്പോൾ കേരളത്തിൽ ഓടുന്നത്. പിന്നെ എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുന്നല്ലേ? ഇപ്പം അതിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിയുടെ സെയിൽസ് ടീമിനെയും മാർക്കറ്റിംഗ് ടീമിനെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ആദ്യം പഠിക്കണം സെയിൽസ് എന്താണെന്ന്, മാർക്കറ്റിംഗ് എന്താണ്, എൻ്റെ മാർക്കറ്റ് പ്ലേസിലെ സ്പേസ് എന്താണ്. അല്ലാതെ ഇപ്പം നമ്മൾ 3 പേരും, ഞാൻ, മിജോ, മനു, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻ ഔട്ട് പഠിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ടീം പറയുന്നത് സാർ ഇത് നമുക്ക് സെല് ചെയ്യാൻ പറ്റത്തില്ല, ഈ പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അതുണ്ട്, അങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം എന്താ, നമുക്ക് തന്നെ മാർക്കറ്റ് അറിയില്ല. അപ്പോൾ ഒരു ഓൺട്രപ്രണർ തന്നെ ആദ്യം സ്വാറ്റ് അനാലിസിസ് നടത്തണം. എത്ര പേര് സ്വാറ്റ് അനാലിസിസ് നടത്തുന്നുണ്ട്, എത്ര പേര് അവരുടെ കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തുന്നുണ്ട്, അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിനൊരു കോസ്റ്റിംഗ് ഇടുന്നു, അത് കുറേ പേര് ഇരുത്തിയിട്ട് സെല് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണോ സെയിൽസ്? അത് മെയിനായിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരാൾ ഇതിനെപ്പറ്റി സ്റ്റഡി പോലും ചെയ്യാറില്ല. അവർ സെർച്ച് ചെയ്യാറുണ്ടാവും, ചിലപ്പോൾ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലായിരിക്കും. ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഏജൻസീസോ കൺസൾട്ടൻസി ഒന്നും അവർക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങനെ ചെയ്യണമെന്ന്. ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ദുബായിലൊരു കമ്പനി അവിടെ വർക്ക് ആവുന്നുണ്ട്, അത് കേരളത്തിൽ വർക്ക് ആവുന്ന ഒരു പ്രോബ്ലമാറ്റിക്കലി ഒന്നും അറിഞ്ഞൂടെ. അവർ ഫണ്ട് ഉണ്ടാവും, അവരിവിടെ വരും, എന്നാൽ പിന്നെ ഇവിടെ ലൊക്കേഷൻ ഉണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്യും, ഫണ്ട് ഇറക്കും. അവർ നല്ല ആൾക്കാരൊക്കെ റെസ്യൂമെ കണ്ടിട്ട് ഹയർ ചെയ്യും. അവർ ചെയ്യുമ്പോൾ പറയും സാർ എനിക്കിതിന് എക്സ്പെർട്ടീസ് ഉണ്ട്, മാർക്കറ്റിംഗ് നടക്കത്തില്ല, ഒരു 10 മാസം അല്ലെങ്കിൽ 1 വർഷം ഓടിക്കും, സ്ഥാപനം ഇല്ലാതെയായി, അത്ര പൈസയും പോയി. ഇതാണിപ്പോൾ നടക്കുന്നത്. ഈ ഒരു നോളജ് ട്രാൻസ്ഫർ പ്രോപ്പറായിട്ട് ബിസിനസ് ഓണേഴ്സിന് കിട്ടുന്നില്ല, റൈറ്റായിട്ടുള്ള ഒരു ഫൗണ്ടേഷനിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റായിട്ടുള്ള ടീമിൽ നിന്നോ. അത് വലിയൊരു ഗ്യാപ്പാണ് ഇപ്പോൾ കേരളത്തിൽ, അല്ലേ? കാരണം ഈ നോളജ് ട്രാൻസ്ഫർ നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ ഒരു ബിസിനസ് ഓണറിന് അറിയണം അവരെന്ത് തരത്തിലുള്ള ബിസിനസ്സിലാണ് ഇറങ്ങുന്നത്, അതിൽ എന്തൊക്കെ ഇൻ ആൻഡ് ഔട്ട് പറഞ്ഞ പോലെ തന്നെ, ജാക്സൺ പ്രോ പറഞ്ഞ പോലെ തന്നെ ഇൻ ആൻഡ് ഔട്ട് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് അതിൽ നടക്കുന്നത്, എന്തൊക്കെ നമുക്ക് ഇനി ചെയ്യണം, ഇനി ഭാവിയിൽ എന്തൊക്കെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാം, ഇൻഡസ്ട്രി എങ്ങനെ മാറുന്നുണ്ട്, അതിന് റൈറ്റായിട്ടുള്ള കൺസൾട്ടേഷനും അതുപോലെ സ്റ്റാഫിന് നല്ലപോലെ ട്രെയിൻ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ബിസിനസ്സിൽ, അല്ലേ? ഏതൊരു മേഖലയിൽ ഇപ്പോൾ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോഴായാലും, ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്കൂളിംഗ് സിസ്റ്റം എടുക്കാം. എന്തിനീ സ്കൂളിൽ പോകുന്നത്? സെൽഫായിട്ട് ടെക്സ്റ്റ് വായിച്ചെടുത്തും ഒരാൾക്ക് പഠിച്ചെടുക്കാനൊക്കെ പോസിബിലിറ്റി ഉണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത് ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പാരൻസ് ആയാലും പഠിപ്പിച്ചാൽ മതി. പക്ഷേ സ്കൂളിൽ പോയിട്ട് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വളരാകുമ്പോൾ ഒത്തിരി വേറെ കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്ന
പഠിക്കണം, അല്ലാതെ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം പഠിക്കുക എന്നുള്ളതല്ല സ്കൂളിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇതേപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും. കാരണം നമ്മൾ ബിസിനസ് എന്ന് മാത്രമല്ല ഏതൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ പ്രൊഫഷണൽസിൻ്റെ അടുത്തുനിന്ന് മെൻറ്റർഷിപ്പ് ഓർ കോച്ചിങ് ഓർ ട്രെയിനിങ് ഈ കാര്യങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ഫെയിലിയേഴ്സ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സത്യാവസ്ഥയാണ്. അതുകൂടാതെ ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രോത്തിനെ 1 വർഷത്തിലേക്കാക്കി ചുരുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തുണ്ടാവും, സ്വന്തമായിട്ട് ട്രയൽ ആൻഡ് എറർ ചെയ്ത് ഫെയിലിയർ സംഭവിച്ച് കുറേ ക്യാഷ് നഷ്ടമായി, ഇങ്ങനെയല്ല ചെയ്യേണ്ടതല്ലേ, മാറ്റി ചെയ്യണമല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും മാറ്റി ട്രൈ ചെയ്തൊക്കെ ഇങ്ങനെ വീണും എഴുന്നേറ്റും വരേണ്ട ഒരാവശ്യം വരുന്നില്ല. ഇല്ല, അതിനാണല്ലോ നമ്മളെപ്പോലത്തെ ട്രെയിനേഴ്സും കൺസൾട്ടൻറ്റും ഉള്ളത്. ബേസിക്കലി നമ്മൾ 10,000+ ബിസിനസ്സുകളുടെ കൂടെ ത്രൂ ഔട്ട് ഈ ഒരു നമ്മളുടെ എക്സ്പീരിയൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ വർക്ക് ആയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ വർക്ക് ആവത്തില്ല, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ വേഗം ഗ്രോത്ത് വരും, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് ഈ ബിസിനസ് ഓണേഴ്സ് അവർ തന്നെ ടെസ്റ്റ് ചെയ്യുക, അവർ തന്നെ ഫണ്ട് ഇറക്കിയിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല അല്ലേ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം മനു ഇതിനകത്ത് പറയുമ്പം എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇപ്പം ട്രെയിനിങ്, ഇപ്പം ഞാനും മെജോയും കുറേ കാലങ്ങളായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 10 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. സെയിൽസ് ട്രെയിനിങ് മാത്രം കൊടുക്കുന്നത്. ചില ബിസിനസ് ഓണേഴ്സിന് പേടിയാണ്, കാരണം ഇവർ ചതിക്കപ്പെടാറുണ്ട്, പറ്റിക്കപ്പെടാറുണ്ട്. ചില ട്രെയിനേഴ്സിന് എത്തിക്സ് ഇല്ല, ദേ ആർ ഒൺലി ഇൻ ടു മണി മേക്കിംഗ്. യെസ്. ഇപ്പോൾ അതിന് സിമ്പിളായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടുത്തെ പല ട്രെയിനേഴ്സും പറയുന്ന ഒരു കോമൺ വേർഡ് ഉണ്ട്, ക്രോസ് സെല്ലിങ്ങിന് ഒരു കഥയുള്ളൂ ഇവർക്ക് അറിയാവുന്നത്. ഏതാ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആര്യാസിലെ വട വിൽക്കുന്നത്. യെസ്. ദോശയുടെ കൂടെ വട ഫ്രീ എങ്ങനെ കൊടുക്കുന്നു, അതെങ്ങനെ ക്രോസ് സെല്ലിങ്. ദോശയുടെ കൂടെ വട വിൽക്കാൻ പറ്റും. ഒരു എട്ടെക് കമ്പനിക്ക് ക്രോസ് സെല്ലിങ് പഠിപ്പിക്കുന്നത് ഈ കഥ വെച്ചിട്ടാണോ? അവിടുത്തെ സെയിൽസ് ടീം എന്താണ് മനസ്സിലാക്കേണ്ടത്? അവൻ്റെ പ്രൊഡക്റ്റ് വടയാണെന്നോ അതോ ദോശയാണെന്നാണോ? അവിടെ ആ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആവശ്യം വരുന്നല്ലേ. അവിടെയാണ് ഞങ്ങൾ രണ്ടുപേരും നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്സ് നമ്മൾ എപ്പോഴും ആളുകളെ മനസ്സിലാക്കി അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ് അനലൈസ് ചെയ്ത്. അതുകൊണ്ടാണ് ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ 5 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുന്നത്? ഞങ്ങൾ 5 ദിവസത്തെ ഇൻഹൗസ് ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. കാരണം 5 ദിവസം കൊണ്ട് ഒരാൾ ബ്രേക്ക് ആവുള്ളൂ. അയാളുടെ ഇഷ്യൂ എന്താണ്, എന്നിട്ട് അയാളെ കണ്ടിന്യൂസ്ലി നമ്മൾ പറയുമല്ലോ, ഇപ്പം മിജോ പറഞ്ഞതുപോലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് സെയിൽസ് എന്ന് പറയുന്നത്. അവനെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്ത് അവൻ്റെ ഇഷ്യൂസ് മനസ്സിലാക്കി അവൻ്റെ കോൾ പിച്ചുകൾ കേട്ട് അവൻ്റെ റെക്കോർഡിങ്സ് കേട്ട് റെഗുലറായിട്ട് കണ്ടിന്യൂസ്ലി അവനെ ഒപ്റ്റിമൈസ് ചെയ്യണം. അവൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം സെയിൽസ്. കാരണം സെയിൽസ് ആണ് ലൈഫ്. അപ്പോൾ അവൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാവണം സെയിൽസ്. എന്നാലേ അവനെ കൊണ്ട് വളരെയധികം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഇതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അതിനൊരു മേജർ ഡിഫറൻസ് പറഞ്ഞുതരാം. 2 കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. സെയിൽസിൽ മാത്രമല്ല, ഏത് ഒരു മേഖലയായാലും ട്രെയിനിങ്സ് ഉണ്ട്, ദെൻ മോട്ടിവേഷണൽ ട്രെയിനിങ് ഉണ്ട്. അത് മാറ്റം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബേസിക്കലി അവർ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ തന്നെയാണ് ബിസിനസ് കൺസൾട്ടേഷനും കോർപ്പറേറ്റ് ട്രെയിനിങ് എല്ലാം അവർ തന്നെയാണ് അവർ അതിന് വിളിക്കുന്നത്. അതെ, ഇപ്പം നമ്മുടെ ക്ലയൻസ് ഞങ്ങളെ ചിലർ വിളിച്ചിട്ട് പറയും, ഒരു ദിവസം ഞങ്ങൾക്ക് ഒഴിവുള്ളൂ, സൺഡേ വന്നിട്ട് നിങ്ങളൊരു നല്ല മോട്ടിവേഷൻ കൊടുത്ത് ഇവരെ സെയിൽസ് കൂട്ടാൻ പറയും. ഞങ്ങൾ പറയും പറ്റത്തില്ല, ഞങ്ങൾ ചെയ്യത്തില്ല, ഞങ്ങൾക്ക് മിനിമം ഇത്ര ദിവസം വേണം, ഒരു മിനിമം 5 ദിവസം വേണം, അല്ലെങ്കിൽ അത് കുറച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ സപ്പോർട്ടിലൂടെ മാത്രമാണ് ഞങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പറയുന്ന പോലെ നമുക്കറിയാലോ, ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, പക്ഷേ അതിൽ നിന്ന് റിസൾട്ട് എത്രമാത്രം കിട്ടും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരുപാട് പേരുടെ. അത് കാരണമാണ് ഈ ട്രസ്റ്റ് പോകുന്നത്. മെയിൻലി നമ്മൾ പറയട്ടെ, ഈ സെയിൽസ് എന്നൊക്കെ പറയുന്നത് ഒരു മോട്ടിവേഷണൽ സ്പീക്കിൽ ആ ഒരു ടൈമിൽ ഒരു 24 hours അല്ലെങ്കിൽ 48 hours ഒന്ന് ഇരിക്കും, അത്രേ ഉള്ളൂ. ആ ഒരു ഇച്ചിരി കേസ് സ്റ്റഡീസ് പറയുമ്പോൾ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല, നമ്മുടെ ഓരോ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവർക്കും അവർ തന്നെ പ്രോബ്ലംസ് ഉണ്ടാവും, അവർക്ക് അറിയാത്തതായിരിക്കും, ഇത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഇവിടെ എത്ര പേരുണ്ട് മനു കേസ് സ്റ്റഡീസ് വെച്ച് ട്രെയിനിങ് നടത്തുന്നത്? കുറവാ. ഞാൻ പറയുന്നത് ഇന്ന് ഇവിടെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന് 25-30 ലക്ഷം രൂപ വാങ്ങുന്ന ആളുകൾ പോലും, ഐ എം ചലഞ്ചിങ് ദം. നിങ്ങൾക്ക് എത്ര പേർക്ക് അവിടുത്തെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റി? അതെ, വി ക്യാൻ ഡൂ ഇറ്റ്. നമുക്ക് 5,000-6,000 രൂപ വെച്ച് പാസ് വെച്ചിട്ട് ആളെ കയറ്റി സ്വർണം വിൽക്കുന്ന ആൾ, മുട്ട വിൽക്കുന്ന ആൾ, പപ്സ് വിൽക്കുന്ന ആൾ, കോഴി വിൽക്കുന്ന ആൾ, എല്ലാവരും വന്ന് ഒറ്റ കുടക്കീഴിലിരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സ്വർണം വിൽക്കുന്ന കഥയാണ് പറയുന്നതെങ്കിൽ കോഴി വിൽക്കുന്നവനും മുട്ട വിൽക്കുന്നവനും പപ്സ് വിൽക്കുന്നവനും അവൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കണമെന്ന് അറിയണം. അതെ, അവന് മനസ്സിലാവുന്നുണ്ടോ? പ്രോപ്പർ സ്ട്രക്ചർ കൊടുക്കണം. ആ കമ്പനി വളരാനുള്ള പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ, അത് ബാക്ക് ചെയ്യാനുള്ള പ്രൂഫ്സ് ഉണ്ടാവണം. ആ ചേഞ്ചസ് നമുക്ക് കാണണം. അല്ലാതെ ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ ഒരു 100 ബിസിനസ്സുകളെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഇരുത്തി അവരുടെ സ്റ്റാഫിനൊക്കെ ഇരുത്തി 2-3 കഥ പറഞ്ഞു പോക്കറ്റ് നിറച്ചിട്ട് ഒരു കാര്യമില്ല. അത് ആർക്കും ചെയ്യാൻ പറ്റും. അത് ദഹിക്കത്തില്ല. അത്
കാരണം ട്രസ്റ്റ് ഇല്ലാത്തത്. ഈ മിക്ക ആൾക്കാരും, ഞാൻ എൻ്റെ പേഴ്സണലി പറഞ്ഞാൽ എൻ്റെ ക്ലയൻസിനൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഈ പറയുന്ന എല്ലാ പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം മണ്ടനാവും, പിന്നെയും മണ്ടനാവാൻ ആരും നിൽക്കത്തില്ലല്ലോ. അതാണ് മിക്ക ബിസിനസ് ഓണേഴ്സും. അവർക്ക് റിസൾട്ടാണ് വേണ്ടത്. ഏതൊരാളും നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട്സാണ് വേണ്ടത്. അത് തരാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് എൻഡ് ഓഫ് ദി ഡേ അവർ പോവുള്ളൂ. സോ ഈ പ്രൊമോഷൻസ് ഒക്കെ കണ്ട് അവസാനം മണ്ടത്തരം കാണിക്കരുത്. അതാണ് മെയിനായിട്ടുള്ളത്. കാരണം പേഴ്സണൽ ട്രെയിനിങ് ആണ് എല്ലാവർക്കും വേണ്ടത്. നമുക്കിപ്പോൾ നമ്മളെ ബിസിനസ്സിനെ ഗൈഡ് ചെയ്യാനും നമ്മളെ ബിസിനസ്സിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിന് വേണ്ടിയുള്ള ടൈം സ്പെൻഡ് ചെയ്ത് ആ ബിസിനസ് സക്സസ്സിലോട്ട് ആക്കാൻ വേണ്ടി ഒരു ടീം പറയുന്നുണ്ട്. അവിടെ പ്രോപ്പറായിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെല്ലാം സെലക്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ ആവാവൂ. കാരണം ഇപ്പം ഞാനും മെജോയും ഇപ്പം മനുവും നമ്മളൊക്കെ എപ്പോഴും നമ്മളെപ്പോഴും സ്പെസിഫൈ ചെയ്ത് നോക്കാറുണ്ട്. അറ്റ് എ ടൈം 3 ബ്രാൻഡ്, മൂന്ന് MOUs ഞങ്ങൾ എഴുതുള്ളൂ അറ്റ് എ ടൈം. വൈ? അതിൽ കൂടുതൽ നമുക്ക് പറ്റില്ല. കാരണം ഒരു മാസം 15 ദിവസം തന്നെ ട്രെയിനിങ്ങിന് പോയി, 5 അതെ. അപ്പം ഞാൻ അവിടെ എങ്ങനെയാണ് 50 പേരെ എടുക്കാൻ പറ്റുന്നത്? അപ്പം ഞാൻ 5 ദിവസത്തെ ട്രെയിനിങ് എങ്ങനെ കൊടുക്കും? പറ്റില്ല. അപ്പോൾ അറ്റ് എ ടൈം 3 കമ്പനികളുമായിട്ട് നമ്മൾ MOU ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് അവരെ ടാക്കിൾ ചെയ്ത് പഠിപ്പിച്ച് അവർക്ക് എന്താണ് അവരുടെ ഇഷ്യൂസിനെ അനലൈസ് ചെയ്ത് സെയിൽസ് ഓഡിറ്റ് നടത്തും. കഴിഞ്ഞ 3-4 മാസം മുന്നുള്ള ഇവരുടെ സെയിൽസിൻ്റെ എത്ര ലീഡ് വന്നു, ലീഡിന് എത്ര കോസ്റ്റായി, കാക്ക് എത്രയായി, കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് എത്രയായി. ഒത്തിരി പേർക്ക് അറിഞ്ഞൂടാ. അവർ ചുമ്മാ ഫണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുക അല്ലേ. അതെ, 1000 ലീഡ് വന്നു, 10 ക്ലോസർ നടന്നു. ഒരു ലീഡിന് 50 രൂപയാണ്. അപ്പോൾ 1000 × 50, 10 ക്ലോസ് ആയില്ലെങ്കിൽ ഒരു ക്ലോഷറിന് എത്ര രൂപയായി അവിടെ? അതെ, ചിലപ്പോൾ 10,000 രൂപ ഇന്ന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രെയിനിങ് കൊണ്ട് നമ്മൾ സ്ട്രക്ചർ ക്രിയേഷൻ ആണ് ആക്ച്വലി. വി ആർ നോട്ട് ദാറ്റ് ഇവൻ സെയിങ് ദാറ്റ് ഓക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നാളെ നിങ്ങൾ സൂപ്പർ ആവുന്നല്ല. സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് 1 by 1. അതിനെ മാത്രമേ ഇന്ന് വളരാൻ സാധിക്കുകയുള്ളൂ. സ്ട്രക്ചർ ഡ്രിവൺ കമ്പനികൾക്ക് മാത്രമേ ഇനി ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ബ്ലഫ് ചെയ്യുന്ന കമ്പനികൾക്ക് ചെയ്യാൻ ഒന്നും സാധിക്കത്തില്ല. കാരണം ഇന്ന് മുട്ട, ഒരു സാധാരണ കോഴി മുട്ട വിൽക്കുന്ന 10,000 കമ്പനികളുണ്ട്. ഈ 10,000 പേർക്കും 10,000 സ്ട്രാറ്റജീസ് ഉണ്ടാവണം. ഒരാളുടെ സ്ട്രാറ്റജി കോപ്പി അടിച്ചാൽ ഇന്ന് സക്സസ് ആവാൻ പറ്റില്ല. കാരണം മനു, യു ആർ ഇൻ ടു ദിസ്. താങ്കൾ ഓൾറെഡി ഈ ഒരു ഇൻഡസ്ട്രിയിൽ, മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഉള്ളവരാണ്. സോ താങ്കൾക്കും അറിയാമല്ലോ, ഒരു കമ്പനിക്ക് ചെയ്ത സെയിം ആഡ് ഫോർമാറ്റ് നിങ്ങൾ മറ്റൊരു കമ്പനിക്ക് കൊണ്ട് ചെയ്യില്ല. ഇല്ല, അങ്ങനെയാണ് എളുപ്പമായല്ലോ. എല്ലാം ഗെയിം ഒരാൾ തന്നെ എല്ലാവർക്കും ചെയ്ത് കൊടുത്താൽ മതി. അത് ഒരിക്കലും വർക്ക് ആവത്തില്ല. പേഴ്സണലൈസ്ഡ് തന്നെ, ഈവൻ മാർക്കറ്റിംഗ്, സെയിൽസ്, മൊത്തം ബിസിനസ് തന്നെ നമ്മുടെ ഈ വാല്യൂ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അത് പേഴ്സണൽ എക്സ്പീരിയൻസാണ് അല്ലേ. ഓരോ കസ്റ്റമർ നമ്മളടുത്ത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ആ ഒരു ബ്രാൻഡിലുള്ള വിശ്വാസമാണ്. ഇത് ഈ ജനറിക് ആയിട്ടുള്ളൊരു യൂണിഫോമിറ്റി എല്ലാത്തിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതെങ്ങനെ ബിൽഡ് ചെയ്യാം? ഈ പറഞ്ഞ പോലെ ബേസിൽ നമ്മളെ ടീം എങ്ങനെ മോട്ടിവേറ്റഡ് ആവും സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ. ആ ഒരു മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ കമ്പനിയിൽ സെയിൽസ് പീപ്പിൾ വരുമ്പം അല്ലെങ്കിൽ നമ്മൾ ടീം സെയിൽസിൽ ഉണ്ടാക്കുമ്പം അവർ HR-ൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഓണേഴ്സിൻ്റെ അടുത്ത് പോകുന്നു അല്ലേ. അതെന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ പ്രോബ്ലംസ് കമ്പനിയിൽ ഒത്തിരി ഉണ്ട്. ഇതിനൊക്കെ സൊല്യൂഷൻസ് എവിടെ നിന്ന് കിട്ടും? കാരണം മൈക്രോ മാനേജ്മെന്റ് ചെയ്ത് വിജയിച്ച ഒരു കമ്പനിയും ഇല്ല. ഇപ്പോൾ ഒരു ബിസിനസ് ഓണർ വിചാരിക്കുന്നത് എന്നോടല്ലേ എല്ലാം പറയേണ്ടത്, ബിസിനസ് ഓണറോടാണ് എല്ലാം പറയേണ്ടതെങ്കിൽ പിന്നെ അവിടെ അക്കൗണ്ട് സെക്ഷനും HR-ഉം മാനേജേഴ്സും എന്തിനാണ്? പുള്ളി മാത്രം ഡീൽ ചെയ്താൽ പോലെ. ഡെലിഗേഷൻ അറിഞ്ഞൂടാ, അത് പഠിപ്പിച്ചില്ല ആരും. കാരണം ഈ ബിസിനസ് ഓണേഴ്സ് ഇതിനെപ്പറ്റി പഠിച്ചാലല്ലേ. അല്ല, അതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ട് എന്താണെന്നറിയോ? ഇതിപ്പോൾ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അയാളുടെ പേരൊന്നും പറയുന്നില്ല. അയാളുടെയൊക്കെ ഇപ്പം ഞാൻ ഈ കഥ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ പ്രമുഖ ട്രെയിനേഴ്സ് പറയാറുണ്ട്, നിങ്ങളുടെ സ്റ്റാഫിനെ വിശ്വസിക്കരുത്, അവൻ കള്ളനാണ്, അവൻ നിങ്ങളെ പറ്റിക്കും. പിന്നെ എങ്ങനെയാണ് ബിസിനസ് ഓണർ മാനേജറിനെയും HR-നെയും അക്കൗണ്ട്സുകാരനെയും വിശ്വസിക്കുന്നത്? ഈ മോട്ടിവേഷൻ അല്ലേ കേൾക്കുന്നത്? അല്ല, ആ ചാവി മൊത്തം ഇവരുടെ കയ്യിലാണ്. ഇതൊരു ടീം വർക്കാണ്. ഒരു ബിസിനസ് ഒരിക്കലും ഒരു സോളോ ഗെയിം അല്ല. ഒരു ടീമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ ഒരു പ്രസ്ഥാനത്തിനെ വളർത്തുക. ഒറ്റയ്ക്ക് നേടിയ ചരിത്രമില്ല. അതെ, അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് മാത്രമേ നേട്ടം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് നേടുന്നതൊന്നും ശാശ്വതവും അല്ല. കാരണം എന്താണെന്ന് അറിയോ? സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങോട്ട് പോയെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സ്ട്രക്ചർ ഉണ്ടെങ്കിലേ എത്ര ലീഡ് വന്നു, എത്ര ക്ലോഷർ നടന്നു, എന്തുകൊണ്ട് ക്ലോഷർ നടന്നു, ആരാണ് ബെറ്റർ, ആരാണ് കോമ്പിറ്റൻ്റ് എന്ന് കൃത്യമായിട്ട് സ്ട്രക്ചറിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ 3 പേരുടെ നമ്മൾ ചിന്തിക്കുകയാണ്, മുട്ടയും നമ്മൾ വിൽക്കും, പപ്സും നമ്മൾ ഉണ്ടാക്കും, ബേക്കറിയും നമ്മൾ നടത്തും, ഇത് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷനും നമ്മൾ നടത്തുമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ തോൽവിയാണ് അവിടെ നടക്കുന്നത്. കാരണം എന്താ? നമ്മുടെ 3 പേരുടെ എക്സ്പെർട്ടൈസ് ചിലപ്പോൾ മുട്ട വിൽക്കാൻ മാത്രമായിരിക്കും, പപ്സ് ഉണ്ടാക്കാൻ നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഇപ്പോൾ ബേക്കറി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അവിടെ വരുന്ന ഷെഫ് നമ്മളെ പറ്റിക്കും. അവനായിരിക്കും പറയുന്നത്, സാർ ഇത്ര ഈസ്റ്റ് ഇടണം, ഇത്ര മൈദ വേണം, ഇത്ര പഞ്ചസാര വേണം, ഇത്ര പാല് വേണം. അപ്പോൾ അവൻ ആ പാലിൽ അവൻ കമ്മീഷൻ അടിക്കും. കാരണം എനിക്കറിയില്ല നമ്മുടെ എക്സ്പെർട്ടൈസ് എന്താണ്. മുട്ട വിൽക്കാനുള്ള എക്സ്പെർട്ടൈസ് കൊണ്ട് എനിക്ക് എങ്ങനെ പബ്സ് വിൽക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഇറ്റ്.
ഓരോന്നിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. അതിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ പോയാൽ മാത്രമേ സെയിൽസിൻ്റെ ഫോർമാറ്റ് എന്താണ്? വളരെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്. അത് സെയിൽസ് ടീമിന് കിട്ടിയിരിക്കണം. മാർക്കറ്റിങ്ങിനും ബ്രാൻഡിങ്ങിനും കാശ് മുടക്കുന്നുണ്ട്, സെയിൽസ് ഫോഴ്സിന് കാശ് മുടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് കമ്പനി നശിച്ചു പോകുന്നത്, കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലാത്തത്, റവന്യൂ ജനറേഷൻ കുറഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാണ്? സെയിൽസ് ഇല്ല. അതെ. പിന്നെ ഉള്ളത് ഇന്ന് ഞാനും മെജോയൊക്കെ നമ്മൾ ഞങ്ങളുടെ മോസ്റ്റ്ലി 8 കമ്പനികളാണ് നമ്മുടെ ക്ലയൻറ്റ്സ്. 1.5 ലക്ഷം രൂപയുടെ ഒരു കോഴ്സ് സെല്ല് ചെയ്യാനായിട്ട് ഇവരിയ്ക്കുമ്പോൾ ഇവരുടെ സെയിൽസ് ടീം പറയുന്ന ഏക വാചകം എന്താണെന്ന് അറിയും? സാർ, ഇത്രയും പ്രൈസിൽ സെല്ല് ചെയ്യാൻ പറ്റില്ല, ഈ പ്രൈസ് ഭയങ്കര പാടാണ് സാർ. അവരുടെ കോമ്പറ്റേറ്റർ ഓൾറെഡി ഈ പ്രൈസിനേക്കാൾ വലിയ പ്രൈസിൽ വിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കുന്നത്? അപ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ബിസിനസ് ഓണർ എന്തോ ചെയ്യുന്നറിയോ? ഓക്കെ, അന്ന് 1.5 വേണ്ട, നമുക്ക് 1.25 ആക്കാം. ആ 25,000 രൂപയായിരുന്നു അവൻ്റെ പ്രോഫിറ്റ്. യെസ്. ഇനി അതെങ്ങനെ ഓടും? സാലറി കൊടുക്കണം, ബിൽഡിംഗ് റെൻറ്റ് കൊടുക്കണം, ലൈസൻസ് ഫീസ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം, ഇതെല്ലാം കൊടുക്കണം, ഇൻസെൻറ്റീവ് കൊടുക്കണം. ഒരു ബിസിനസ് ഓണർ എത്ര നാൾ കൈ നിടും? അതെ. സോ ഇത് മാറണമെങ്കിൽ പ്രോപ്പർ ഒപ്റ്റിമൈസ്ഡ് ട്രെയിനിങ്, പേഴ്സണലൈസ്ഡ് സെയിൽസ് ട്രെയിനിങ് അവർക്ക് കിട്ടിയാൽ അവരുടെ ഫിയർ ഫാക്ടേഴ്സ് മാറും. എങ്ങനെ പിച്ച് ചെയ്യണം, ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് യുവർ കസ്റ്റമർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി അവർക്ക് ഉത്തരം കിട്ടും. അതിന് മെയിൻ കുഴപ്പം എന്താ ഞാൻ പറയട്ടെ, ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുന്നതെന്ന് പറയട്ടെ, നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ വേഗം തന്നെ എക്സ്പാൻഡ് ചെയ്യാണ്. പക്ഷേ ബിസിനസ്സിൽ കയറി കഴിയുമ്പോൾ ആ പ്രോബ്ലംസ് മനസ്സിലാവുന്നത്. ഈ സെയിൽസ് ടീം തന്നെ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് പഠിക്കാതെ, നമുക്ക് ആരും കൂടെ ഇല്ലാതെ നമ്മൾ ഇത് തന്നെ ഉരുട്ടിക്കൊണ്ടിരിക്കും. ഇതിൽ തന്നെ ഒരു 5-10 വർഷം പോകും. ഇത് വലിയ ആഗ്രഹത്തോടെ വലിയൊരു ഫണ്ടൊക്കെ ഉണ്ടാക്കി ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പ്രോബ്ലംസ്, ഈ സെയിൽസിൻ്റെ ടീം പ്രോപ്പർ ആവണം. ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ ഫൈനൽ കീ അവരുടെ കയ്യിലല്ലേ. കാരണം നമ്മൾ ഇതെല്ലാം എഫേർട്ട്, ഒരു ടീം വർക്ക് ആയിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം സെയിൽസ് പ്രോപ്പറായിട്ട് വരുമ്പോഴാണ് അതെല്ലാം തിരിച്ച് നമുക്ക് വരുന്നത്. അതാണ് പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യാൻ. ഇതിൽ മേജറായിട്ടുള്ളൊരു കാര്യം, ഒരു സെയിൽസ് പേഴ്സണെ ഒരു സെയിൽസ് പിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് അയാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. ഈ ഒരു സെയിൽസ് പേഴ്സണ് അല്ലാതെ സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഇതൊക്കെ എല്ലാം വേണം. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കമ്പനിയുടെ പേരിലോ അല്ലെങ്കിൽ അയാൾ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഓർ സർവീസിൻ്റെ ആ ഒരു ഇതിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് മാക്സിമം ഇത് എടുത്താൽ നിങ്ങളുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ആണെന്ന് അയാളെ വിശ്വസിപ്പിക്കാൻ കഴിവുണ്ടെങ്കിലേ അവിടെ ഈ പറഞ്ഞ കൺവേർഷൻ നടക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കൺവേർഷൻ ഇങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, എലമെൻറ്റ്സ് ഉണ്ട്, തിരിച്ചറിവുകളുണ്ട്. ഇത് ഇപ്പോൾ വരുന്ന പുതിയ സെയിൽസ് പിള്ളേർക്കോ അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കോ ചിലപ്പോൾ അറിവ് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ സബ് കോൺഷ്യസ്ലി ചെയ്ത് എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ ക്ലോസിങ് വരുന്നത്. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ പറഞ്ഞു കൊടുക്കാൻ ഈ ബിസിനസ് ഓണർക്ക് അറിയണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ മാനേജേഴ്സിന് അറിയുന്നില്ല. കാരണം അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡിഫറെന്റ്, അവരുടെ ടാസ്ക് വേറെയാണ്. പക്ഷെ അവിടെ എന്താ തെറ്റ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർക്ക് അറിയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവരെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അവിടെ റോങ് ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊണ്ടാണ് ഈ സെയിൽസ് ടീമിന്റെ കോമ്പിറ്റൻസി, അവരുടെ റിസൾട്ടും കുറഞ്ഞു വരുന്നത്. സോ എപ്പോഴാണോ റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് പുറത്തുനിന്നുള്ള എക്സ്പേർട്സിൻ്റെ ഇരുന്ന് ഇവരുടെ കിട്ടിക്കഴിയുമ്പോൾ ഈ സെയിൽസിൻ്റെ പടക്കുതിരകൾ പോലെ ഇവർ കുതിക്കാൻ തുടങ്ങും. അത് ബേസിക്കലി ഞാൻ പറയട്ടെ, ഈ എല്ലാ ഫങ്ഷൻസിലും ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഹൈലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷനാണ് സെയിൽസ്. നല്ലൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിൽ ഏൺ ചെയ്യാം. ആ കേപ്പബിലിറ്റി അവർക്കുണ്ട്. അവരെ ഹയർ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അവർ ചാടത്തില്ല, കാരണം അത്രയ്ക്ക് റിവാർഡാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം നമ്മൾ ശരിക്കും നോക്കേണ്ടതെന്ന് പറയട്ടെ, ഇപ്പം മിക്ക ബ്രാൻഡുകൾക്കും ഇത് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൂടാ. അവർ ആൾക്കാരെ കാണുന്ന +2 കഴിഞ്ഞൊരു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പഠിച്ച് ഇറങ്ങി ബിടെക്കോ ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യും, 1 മാസം 2 മാസം നോക്കും, അവർ ഇച്ചിരി കഴിയുമ്പം പോകും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇത് തന്നെയാണ്, ഒരു 30-40,000 രൂപ MBA കഴിഞ്ഞ ആൾക്കാർ മാർക്കറ്റിംഗ് അവരെന്തെങ്കിലുമൊക്കെ ഇച്ചിരി എവിടെയെങ്കിലുമൊക്കെ കമ്പനികൾ ചെയ്ത് കാണും, അവരെടുക്കും, 2 മാസം അവർക്ക് 50,000 കൊടുക്കും, 1 ലക്ഷം കഴിയും, അവർ പറയും എനിക്ക് വേറെ ജോലി കിട്ടിയാലേ ഞാൻ ബിസിനസ് ചെയ്യാം, അവർ ചാടിപ്പോവും. ഇത് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നടന്ന ഈ കമ്പനി ഇങ്ങനെ വളരും അല്ലേ. അതിനകത്ത് ഇപ്പം മനു വളരെ സിംപ്ലി നമ്മൾ നോക്കിയാൽ, ഇപ്പം മെജോ പറഞ്ഞു അവിടുത്തെ ഒരു മാനേജർ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ എപ്പോഴും ട്രെയിനിങ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു ഗ്യാപ്പാണ്, ആളുകൾ എന്തും പറഞ്ഞ് സെല്ല് ചെയ്യും. ഇത് കിട്ടും, അത് തരാം. കാരണം അവൻ്റെ തോട്ട് പ്രോസസ്സിൽ അവന് കിട്ടിയ ട്രെയിനിങ്ങിൽ എനിക്കറിയത്തില്ല എങ്ങനെയാണെങ്കിലും ഇത് ക്ലോസ് ചെയ്തോണം. അവൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കമ്പനി കൊടുക്കാത്ത സർവീസ് വരെ അവൻ ഓഫർ ചെയ്തോളാം. എന്നിട്ടാണ് മനു പറയുന്ന കാര്യം അവിടെ നടക്കുന്നത്. ഇവൻ 2ാമത്തെ മാസം പോകും. അപ്പോഴാണ് കസ്റ്റമർ വരുന്നത്. കസ്റ്റമർ വന്നിട്ട് ചോദിക്കും, എനിക്കിത് പറഞ്ഞു തരുന്നല്ലോ,
അപ്പം ഈ പറഞ്ഞവനോ കൊടുത്തവനോ അവിടെ ഇല്ല. യെസ് ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ട്രസ്റ്റ് ഫാക്ടർ എല്ലാം പോയി. യെസ്. ഇവൻ വീണ്ടും ഒരു കസ്റ്റമർ ആവില്ല, ഇവൻ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യില്ല. അത് നെഗറ്റീവായിട്ട് വരും അല്ലേ, നെഗറ്റീവ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കസ്റ്റമർ കൊണ്ട്, ആ ഒരു ഒറ്റ കസ്റ്റമറെയും കൊണ്ട് ഇവർക്ക് കിട്ടാനിരുന്ന 1000 റെഫറൻസുകൾ അവിടെ ബ്ലോക്കായി. ഇവൻ 10,000 പേരോട് ഈ ബ്രാൻഡിനെ പറ്റി മോശവും പറയും. എടാ അവിടെ പോരുത്, ചതിയാണ്, പെടും. ആക്ച്വലി ബിസിനസ് ഓണറോ മാനേജറോ അറിഞ്ഞ കാര്യമല്ല. ആക്ച്വലി ഇവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഇന്ന് മുട്ട വിൽക്കണമെങ്കിൽ അതിനൊരു ഡിഫറെൻ്റ് ഓപ്ഷനാണ്. ആ മുട്ടയിൽ നിന്നുണ്ടാകുന്ന കോഴിയെ വിൽക്കുന്ന ഡിഫറെൻ്റ് രീതിയാണ്. അല്ലാതെ മുട്ട വിൽക്കുന്നത് പോലെ കോഴിയെ വിൽക്കാൻ പറ്റത്തില്ല. അതിനാണ് ടാക്ടിക്സ്. അതിനെ ആളുകൾക്ക് വേണ്ട രീതിയിൽ, നമ്മുടെ ഈ ഒരു ഇന്ത്യയിലല്ല, ഓൾ ഓവർ ദ വേൾഡ് വൈഡിൽ ഏറ്റവും ബെറ്റർ സെയിൽസ് നടത്തിയിട്ടുള്ളത് ഏത് പ്രൊഡക്റ്റ് വെച്ചാണെന്നറിയോ? ഇതായിരുന്നു എൻസൈക്ലോപീഡിയ. എല്ലാവരും മേടിക്കുന്നില്ലേ? എന്താ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഏജിൽ എൻസൈക്ലോപീഡിയൻ്റെ വാല്യൂ ഉണ്ടോ അങ്ങനെ ചോദിക്കും. ബട്ട് ഇറ്റ്സ് വർക്കിംഗ്. ഇപ്പോഴത് ഓടുന്നുണ്ട്, ഇപ്പോഴും ആൾക്കാർ മേടിക്കുന്നുണ്ട് ഇല്ലേ? എല്ലാവരും വീട്ടിൽ പോയി നോക്കിയ ഒരു എൻസൈക്ലോപീഡിയ ഉണ്ടാവും. അല്ല, ഒന്നല്ല, ചിലപ്പോൾ 2-3 ഉണ്ടാവും ഷെൽഫിൽ. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് 4-5 മേടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് 3. അതാ എൻ്റെ അമ്മയെ ടാക്കിൾ ചെയ്ത് അത് വിറ്റൊരാൾ ഈസ് ദ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ. ഇത് ഞാൻ പറയുന്നത് വേൾഡ് വൈഡിൽ. ഇത് കേൾക്കുന്നവർക്ക് പോയിട്ട് സെർച്ച് ചെയ്യാം. ദ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ ആരാണെന്ന് ചെക്ക് ചെയ്താൽ അവിടെ കിട്ടും ആരാണ്. നിങ്ങൾക്കത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അയാൾ വിറ്റത് എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ യു ക്യാൻ ഫൈൻഡ് എന്താണെന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെയിൽസ് നടന്നിരിക്കുന്നത് എൻസൈക്ലോപീഡിയ വിറ്റിട്ടാണ്. കാരണം അവിടെ സെല്ല് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? നൗ ഓർ നെവർ എന്ന് പറയുന്ന ടാക്ടിക്സ് ആണ്. അമ്മേ, ഇതിന് 9,999 രൂപയാണ് ഇപ്പം ആൻറ്റിയോ അമ്മയോ ചേച്ചിയോ വാങ്ങിച്ച ഇതിന് ഞാൻ 3,999 രൂപ ഇടുകയുള്ളൂ. സോ ദേ ക്രിയേറ്റഡ് ആൻ അർജൻസി ആൻഡ് ദേ ക്രിയേറ്റഡ് നൗ ഓർ നെവർ. ഇപ്പം കിട്ടും. അടുത്തത് ചില ആളുകൾ യൂസ് ചെയ്ത ടാക്ടിക്സ് ആണ്. അമ്മേ, ഞാൻ ഇത് പഠിക്കുന്നൊരു കുട്ടിയാണ്, എനിക്കിത് വിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഒരു 5 പോയിന്റ് കിട്ടുമ്പോൾ എനിക്ക് മാർക്ക് കിട്ടും. ഇത് അവൻ അവിടെ ഇമോഷണൽ സെല്ല് നടത്തി. അങ്ങനെ വിറ്റവരുണ്ട്. അവ പല ടാക്ടിക്കുകൾ വഴി ഇതിനെ സെല്ല് ചെയ്തു. അപ്പോൾ ഇത് വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഒരു പ്രൊഡക്റ്റായി മാറി. ഇതിനെ ക്രിയേറ്റ് ചെയ്തത് ആളുകളുടെ ഇമോഷൻ. ആളുകൾക്ക് നൗ ഓർ നെവർ ഒരു പ്രൊഡക്റ്റിൽ ഡിസ്കൗണ്ട് കിട്ടിയാൽ വാങ്ങുമെന്നുള്ള റിയാലിറ്റി ആ സെയിൽസ് പേഴ്സൺ കണ്ടെത്തി അയാളുടെ ഫുൾ ആളുകൾക്ക് ഈ സെയിം സാധനം പഠിപ്പിച്ചു കൊടുത്തു. ഹൗ ടു ടാക്കിൾ എ പേഴ്സൺ. എന്നിട്ട് അവൻ അവിടെ വെച്ചു, നീ പോകേണ്ടത് വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് വീടുകളിൽ പോകേണ്ടത്. കാരണം 2 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വീട്ടിൽ ആണുങ്ങൾ കാണൂല, അമ്മമാരെ കാണുള്ളൂ. നിന്റെ ഓഡിയൻസ് അമ്മമാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ്. നീ അവിടെ പോയിട്ട് നിന്റെ ഇമോഷണൽ ബ്ലെൻഡ് ചെയ്താലും നിനക്ക് വിൽക്കാം. ഇല്ലെങ്കിൽ ഇതും അമ്മയുടെ മോൻ എത്രയാണ് പഠിക്കുന്നത്? 10ലാണ്. വേറെ മക്കളോ +2. അവർക്ക് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എൻസൈക്ലോപീഡിയ. ഓക്കെ, അമ്മ നോക്കും എൻസൈക്ലോപീഡിയ. അമ്മ നോക്കുമ്പോൾ 9,000 രൂപ 10,000 രൂപയുടെ സാധനം 4,000 രൂപയ്ക്ക് എനിക്ക് കിട്ടുന്നു. വാവ്. അത് ബേസിക്കലി ഞാൻ പറയട്ടെ, ഏതൊരു കമ്പനിക്ക് ഇങ്ങനത്തെ ചെറിയ ടിപ്സ് വെച്ചിട്ട് തന്നെ 2x 3x ഗ്രോത്ത് വരും. ലെറ്റ്സ് ഞാൻ പറയട്ടെ, ഒരു ക്ലോത്തിങ് ബ്രാൻഡാണെന്ന് വിചാരിക്കുക. ഒരാൾ വന്നു ഒരു ജീൻസോ ഷർട്ടോ മേടിക്കാൻ വേണ്ടി വരുക. അവരുടെ അടുത്ത് അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് 1-2 സ്റ്റാഫ്സ്, ചെറിയ ബിസിനസ്സുകളൊക്കെ ഉള്ളൂ അല്ലേ, അവരൊന്ന് ചോദിച്ചാൽ മതി എന്ത് തരത്തിലുള്ള ഡ്രസ്സാണ് മേടിക്കാൻ താല്പര്യം, എന്താണ് ഒക്കേഷൻ. അവിടെ ഒരു പേഴ്സണൽ ടച്ച് വന്ന് അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ മേടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഹായ്, ഇടയ്ക്കിടയ്ക്ക് അവർ ഇച്ചിരി ആഡ്സ് ബ്രോഡ്കാസ്റ്റ് ഒക്കെ മെസ്സേജ് അയച്ച്, അങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമറിന് ആ ഒരു ഫീൽ വേറെ എവിടെ ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം വേറെ ആരും ചെയ്യുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ആ എക്സ്പീരിയൻസ്, കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഇമോഷൻസ്, ഈ ടാക്ടിക്സ് ഓരോ ബിസിനസ്സുകളും വേറെ വേറെയാണ്, ഓരോ കസ്റ്റമേഴ്സിനും വേറെ വേറെയാണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ച് കൊടുക്കാനും ഇത് പഠിപ്പിച്ച് തരാനും ആരുമില്ല. ഇത് പ്രോപ്പറായിട്ട് സെയിൽസിൽ പുതുതായിട്ട് വരുന്ന ടീം മെമ്പേഴ്സിനും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ കമ്പനി വളരും. അതിൽ നോ ക്വസ്റ്റ്യൻ അല്ലേ. മനു പറഞ്ഞ ഈ കാര്യമില്ലേ, ഇപ്പോൾ ടെക്സ്റ്റൈലിൽ ഈ പറഞ്ഞ ഇമോഷൻ കണക്ട് ചെയ്യുന്ന ഇതിനത് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ചില സെയിൽസ് പേഴ്സണെ ശ്രദ്ധിച്ചോ, അത് അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാണ്. അതായത് ഒരു വ്യക്തി വന്ന് അവർ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇവരുടേതായ അഭിപ്രായം പറയും. അഭിപ്രായമല്ല, ലൈക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചേട്ടന് ഈ ഡ്രസ്സായിരിക്കും കേട്ടോ യോജിക്കുന്നത്, ഇതിട്ട കൊള്ളാവുന്ന, ഇതിട്ട് നോക്ക് എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ പറയും പെർഫെക്റ്റ്, കൊള്ളാം ചേട്ടാ, ഇത് തന്നെയാണെന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ഒരു കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ ആ ഒരു ഫീലിൽ അവിടെ ഒരു കൺവേർഷൻ നടക്കുന്ന. അത് തന്നെയാണ് സെലൂൺസിൽ നടക്കുന്നത്. നമ്മൾ ഈ മുടി മുറിക്കാൻ പോയി കഴിയുമ്പോൾ ഇത് ഓക്കെ, പിന്നെ അവിടെ പോകുള്ളൂ അല്ലേ. ആ സലൂണിലുള്ള ഈ ഹെയർ ഡ്രസ്സർ വേറെ സ്ഥലത്ത് പോയാൽ നമ്മൾ അയാളെ തപ്പിപ്പോവും. കാരണം പുള്ളിയാണ് അവിടുത്തെ മെയിൻ കീ ആള്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കഥയോടെ പറയാൻ ഈ ഒരു സമയം എടുക്കുകയാണ്. നമ്മൾ ഡ്രസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ മൈക്കിൾ ജോർഡനെ എല്ലാവർക്കും അറിയാമല്ലോ. മൈക്കിൾ ജോർഡൻ
ഈസ് എ സെയിൽസ് പേഴ്സൺ. ബാസ്കറ്റ് ബോൾ താരമാവുന്നതിന് മുമ്പ് ഈസ് എ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ. അദ്ദേഹത്തിന് അങ്ങനെ ആക്കിയത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു വൈറ്റ് കളർ ടീഷർട്ട് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നാളെ നിനക്ക് ഇന്ന സാധനം വേണമെങ്കിൽ ഇത് നീ സെല്ല് ചെയ്യണം. $2 ഒരു ടീഷർട്ടാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ മൈക്കൽ ജോർഡന് 12 വയസ്സുള്ളൊരു കുട്ടിക്ക് എങ്ങനെ സെല്ല് ചെയ്യാൻ അറിയില്ലല്ലോ. പക്ഷേ പറഞ്ഞു, നാളെ ഇത് നിനക്ക് $4 നിനക്ക് വേണമല്ലോ, ഇത് $2 ടീഷർട്ടാണ്, നീ ഇത് വിറ്റിട്ട് $4 എടുത്തു. സോ മൈക്കൽ ജോർഡൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യും. ബുദ്ധിയൊന്നും വന്നില്ല. പുള്ളി വെളിയിൽ ഇറങ്ങിപ്പോയി കുറേ അലഞ്ഞു. വൈകിട്ട് അപ്പോൾ ഉച്ചയ്ക്കേ പോയി, രാത്രി 10 മണിയായപ്പോഴത്തേക്ക് പുള്ളിക്ക് $4 വിൽക്കാൻ പറ്റി. തിരിച്ചു വന്നു. അച്ഛൻ നാളെ ആ $4 കൊടുത്തു വിട്ടു. പുള്ളി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം അച്ഛൻ വീണ്ടും സെയിം $2 അതേ ടീഷർട്ട് വാങ്ങിച്ചിട്ട് മൈക്കൽ ജോർഡൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ നിനക്ക് പൈസ വേണമല്ലോ പോകാൻ, ഇത് വിറ്റിട്ട് വാങ്ങിച്ചു. ഇന്ന് നീ വിറ്റത് $4 ഇന്ന് ഇത് നീ $10 വിൽക്കണം, എനിക്ക് $6 വേണം. അപ്പോൾ അത് പറഞ്ഞിട്ട് അവർ അച്ഛൻ പോയി. മൈക്കൽ ജോർഡൻ ആ കൊച്ചു പയ്യൻ ഇരുന്ന് ആലോചിക്കുകയാണ്, ദൈവം ഞാൻ എന്ത് ചെയ്യും, ഇത് വിറ്റില്ലെങ്കിൽ പണി കിട്ടും, അച്ഛൻ പൈസ തരില്ല. അപ്പോൾ മൈക്കൽ ജോർഡൻ ഇങ്ങനെ ആലോചിച്ചപ്പം മൈക്കൽ ജോർഡൻ്റെ ബുക്കിൻ്റെ പുറത്ത് ഒരു മിക്കി മൗസിൻ്റെ ഫോട്ടോ. മൈക്കൽ ജോർഡൻ വളരെ ടാക്ടിക്കലി ഈ ടീഷർട്ടിൻ്റെ മണ്ടയ്ക്ക് ഈ മിക്കി മൗസിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് അന്ന് അവിടുത്തെ ഏറ്റവും പ്രോമിനൻറ്റ് സ്കൂളിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, മിക്കി മൗസിൻ്റെ ടീഷർട്ട്. അപ്പോൾ അന്ന് ആ സമയത്ത് കോടീശ്വരന്മാരുടെ മക്കൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയമാണ് വൈകിട്ട്. അപ്പോൾ ഒരു കുട്ടി വാശി പിടിച്ചിട്ട് ഇത് $10 വാങ്ങിച്ചു. വീട്ടിൽ വന്നു, $10 അച്ഛന് കൊടുത്തു. നാളെയും അടുത്ത ദിവസവും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തു. അച്ഛൻ പറഞ്ഞു, ഇന്ന് എനിക്ക് $20 വേണം, നാളെ നിനക്ക് $10 വേണമെങ്കിൽ. ദ സെയിം തിങ്. പുള്ളി ഇങ്ങനെ ഇരുന്നു ആലോചിച്ചു, ഇതെങ്ങനെ ഞാൻ സെല്ല് ചെയ്യും $20? എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ആലോചിച്ച് ഹി ഗോട്ട് എ ടാക്ടിക്സ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു അവിടുത്തെ ഏറ്റവും തിരക്ക് ഏറിയ ഒരു സ്ട്രീറ്റിൽ കൂടെ പോയപ്പം അന്ന് അവിടുത്തെ ഏറ്റവും പ്രോമിനൻ്റ് ഒരു സിനിമാ നടി, ഒരു പോപ്പ് സിംഗറോ അല്ലെങ്കിൽ ഒരു സിനിമാ നടി അന്ന് ഷോ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ 12 വയസ്സുള്ളൊരു കുട്ടിയല്ലേ, ഈ ഒരു ടീഷർട്ട് കൊണ്ട് മൈക്കൽ ജോർഡൻ പുള്ളിക്കാരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മാഡം ഒരു സൈൻ തരാമോ? അപ്പോൾ കൊച്ചു കുട്ടി ആയതുകൊണ്ട് ഇവൻ ഇടിച്ച് കയറി. മൈക്കൽ ജോർഡന് പുള്ളിക്കാരി ഒപ്പിട്ട് കൊടുത്തു. അതിൽ പുള്ളിക്കാരിയുടെ ലിപ്സ് കൊണ്ട് ഒരു ഉമ്മയും കൊടുത്തു. മൈക്കൽ ജോർഡൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് കണ്ടല്ലോ, കുറേ ആളുകൾ കണ്ടു. മൈക്കൽ ജോർഡൻ അവിടുത്തെ ഒരു കാറിൻ്റെ മണ്ടേ കയറി നിന്നിട്ട് പ്രമുഖ നടി കിസ് ചെയ്ത ടീഷർട്ട്. അന്ന് മൈക്കൽ ജോർഡൻ അത് സെല്ല് ചെയ്തത് $1000. വീട്ടിൽ വന്നു, അച്ഛന് കൊടുത്തു. അച്ഛൻ അന്ന് തിരിച്ചു ചോദിച്ചത്, നിനക്ക് ഈ നിമിഷം മുതൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും, ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു ലേൺഡ് ഇറ്റ്. $2 സാധനം നീ ആദ്യം $4 വിറ്റു, $10 വിറ്റു, ഇപ്പം നീ $1000 വിറ്റു, അല്ലെങ്കിൽ $10000 വിറ്റു, വാട്ട് എവർ. അവിടെ അവൻ പഠിച്ചത് ടാക്ടിക്സ് ആണ്. വിറ്റത് $2 ടീഷർട്ടാണ്. പക്ഷേ ഓരോ ആളുകൾക്കും വേണ്ടത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയും PPP, പ്രൊഡക്റ്റ്, പ്രൈസിങ്, പ്രസൻറ്റേഷൻ. ഈ 3 ഫാക്ടറുകളും ഒന്നിക്കുമ്പോഴാണ് സെയിൽസ് കംപ്ലീഷൻ ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ സെൽ എനിത്തിങ്. അത് കോറാണ്. ഈ പറഞ്ഞ പോലെ ഇത് മൈക്കൽ ജോർഡൻ 3 കേസ് സ്റ്റഡീസും 3 കോൺസെപ്റ്റ്സും 3 പെർട്ടിക്കുലർ നീഡ്സും 3 തരത്തിലാണ് ചെയ്തത്. പക്ഷെ എത്ര സെയിൽസ് പേഴ്സൺസ് ആണ് ഇതുപോലെ ചിന്തിക്കുന്നത്? എല്ലാവരും 90% ആദ്യത്തെ ജോർഡനാണ്, ആദ്യത്തെ ടീഷർട്ട് വിറ്റ പോലെ മെനക്കെടുകയാണ് വിൽക്കാൻ വേണ്ടി. ദേ ആർ നോട്ട് ഈവൻ യൂസിങ് ദെയർ പ്രാക്ടിക്കൽ മൈൻഡ്. ചിലർ മാത്രമാണ്, 20% ആളുകളാണ് രണ്ടാമത്തെ ദിവസത്തെ മൈക്കൽ ജോർഡനെ പോലെ ചിന്തിക്കുന്നത്. മൂന്നാമത്തതാണ് ദ പെർഫെക്റ്റ് സെയിൽസ്മാൻ. അവനാണ് സെയിൽസ്മാൻ. ഇതുപോലെ ആകണമെങ്കിൽ അവിടെ ചിന്താഗതി മാത്രം പോരാ മനു. എൻഡ് ഓഫ് ദ ഡേ ദേ നീഡ് എ ട്രെയിനിങ്. പ്രോപ്പർ ട്രെയിനിങ് വേണം. ഇത് ഓപ്പർച്യൂണിറ്റീസ് സെയിൽസ്മാൻ എപ്പോഴും വിജിലൻ്റ് ആയിട്ട് ഒരു കസ്റ്റമർ ഇപ്പം ലെറ്റ്സ് അതൊരു സ്റ്റോർ ആണെങ്കിൽ അവർ വരുമ്പം തൊട്ട് അവരെ മനസ്സിലാക്കാൻ തുടങ്ങണം എന്ത് തരത്തിലുള്ള കസ്റ്റമറാണ്. അത് വെച്ചിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ തുടങ്ങാൻ തന്നെ. കാരണം ഈ കമ്മ്യൂണിക്കേഷനിലല്ല ഇരിക്കുന്നത്. നമ്മളിപ്പം ഡിജിറ്റൽ പ്രിൻറ്റിലായാലും ഡിജിറ്റൽ മീഡിയയിലായാലും കമ്മ്യൂണിക്കേഷൻ, ലാൻഡിങ് പേജസ്, നമ്മളുണ്ടാക്കുന്ന പരസ്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ കസ്റ്റമർ ആ വെബ്സൈറ്റിൽ കയറുള്ളൂ. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യും നല്ലതാണെങ്കിൽ. ചിലപ്പോൾ ഒന്ന് വിളിച്ച് നോക്കുമ്പോൾ അവിടെ വരുന്ന സെയിൽസ് പേഴ്സണും ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റെലവൻ്റ് ആയിട്ട് ഇവിടെ പറയണം. അതിൻ്റെ ഇടയ്ക്ക് പ്രോഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ പോയി, പ്രൈസിങ് കറക്റ്റ് അല്ലെങ്കിൽ പോയി. കാരണം അവിടെ പറഞ്ഞ പ്രൈസിങ് അല്ലേ ഇവിടെ പറയുന്നത്. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം ട്രെയിനിങ് ചെയ്താൽ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ. കാരണം ഒരാൾ ഇതെല്ലാം അറിഞ്ഞ ആൾക്കാരെല്ലാവർക്കും നമ്മുടെ ടീമിലുള്ള. കാരണം എല്ലാവരും ഗുഡ് സെയിൽസ്മാൻ അല്ല. പക്ഷേ നമുക്ക് നല്ലൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത്യാവശ്യം പൂറായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെയും ഷേപ്പ് ചെയ്തെടുക്കാം. കാരണം ഇവരെല്ലാവരും വേണം.
നല്ല ആൾക്കാരെ നമ്മൾ സ്കൗട്ട് ചെയ്തെടുക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരും കൂടി നമ്മളൊരു ആവറേജ് നമ്മളുടെ ഒരു സെയിൽസിൻ്റെ പെർഫോമൻസിലോട്ട് എത്തിക്കാൻ പറ്റിയ അതിലാണ് മിടുക്കിരിക്കുന്നത് അല്ലേ. ഏതൊരു കമ്പനിക്കും മിടുക്കിരിക്കുന്നത് അവർക്ക് എപ്പോഴും എംപ്ലോയി റിട്ടൻഷൻ സെയിൽസിനുണ്ടാവണം. ഈ സെയിൽസ് ടീം എപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ നടക്കത്തില്ല. കമ്പനി സ്റ്റേബിൾ ആക്കാൻ പറ്റില്ല. ഗ്രോത്തോടെ വരാനാ. കാരണം ആ ഒരു എപ്പോഴും ഇപ്പം ചിന്ത അതായിരിക്കും, നല്ല സെയിൽസ്മാൻ ഇല്ല, എൻ്റെ കമ്പനി കച്ചവടം വരുന്നില്ല. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഇത് വേണം. അത് കാരണമാണ് നമുക്ക് ഈ പ്രോപ്പർ ട്രെയിനിങ് കിട്ടണം. അത് എവിടെ നിന്ന് കിട്ടും? അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ എക്സ്പേർട്സ് നമുക്കിവിടെയുണ്ട്. അവർ ത്രൂ തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നിങ്ങളുടെ കമ്പനിക്ക് പേഴ്സണലൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയം നമുക്ക് വേണ്ടല്ലേ, ഏതൊരു ബിസിനസ്സിനും അല്ലേ. ഇപ്പം ഇതിൽ തന്നെ പോകുമ്പം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് എത്ര റെലവൻ്റ് ആണ്. കാരണം സെയിൽസ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാർക്കറ്റിങ്ങും അല്ലേ. ഈ മാർക്കറ്റിംഗ് തന്നെ ഇപ്പം ഡിജിറ്റൽ വന്നേ പിന്നെ ഇപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് ഇൻഫ്ലുവൻസർ എക്സ്പേർട്ട് ഉണ്ട്. എത്രയൊക്കെ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ചിലതൊക്കെ വർക്ക് ആവും, ചിലത് വർക്ക് ആവില്ല. അതിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ. അപ്പം അവിടെയും ഈ കമ്മ്യൂണിക്കേഷൻ മെയിൻ ഫാക്ടറാണ്. അപ്പം ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കേരളത്തിൽ വർക്ക് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ബിസിനസ് ഓണേഴ്സിന് അറിയാത്തത്? എന്തൊക്കെയാണ് അവർ ശ്രദ്ധിച്ചിരിക്കേണ്ടത്? മോസ്റ്റ് ഓഫ് ദി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വന്നിട്ട് അധികം കാലമായിട്ടില്ല. മുൻപ് ഉണ്ടായിരുന്നു, പക്ഷേ ബൂം ചെയ്തത് നമ്മുടെ ഈ അടുത്ത 2 വർഷം ആ ഒരു കാലയളവിലാണ്. അപ്പോൾ എന്താ ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാ ബിസിനസ്സുകാരും വിചാരിക്കണം എല്ലാവർക്കും ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു എന്താ പറയുക ടെക്സ്റ്റൈൽ ബ്രാൻഡ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നവരാണെന്നാണ് അവരുടെ വിചാരം. ആക്ച്വലി അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡ്, ഈ ടെക്സ്റ്റൈൽ ബ്രാൻഡിന് ഇൻഫ്ലുവൻസറെ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അവർ ആദ്യം അനലൈസ് ചെയ്യണം. ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാമെങ്കിൽ ആരെ വെച്ച് ചെയ്യണം എന്നുള്ളതും ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇനി അത് കൂടാതെ വേറൊരു ഇഷ്യൂ വരുന്നത് വെച്ചാൽ ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ബോട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും കയറ്റല്ലോ. ഒരു 10,000-30,000 ഫോളോവർ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് 10-12 ബോട്ടായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇച്ചിരി കൊലാബൊക്കെ ചെയ്ത് കയറ്റും. ഒരു റിട്ടൻഷനും ഇല്ല, പക്ഷെ ചാർജ് മേടിച്ചിട്ട് അവസാനം പോകും. അപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഫ്ലുവൻസർ ഫേക്ക് ആയിട്ടുള്ള ആൾ വന്നാൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒരു മെത്തേഡ് അവർ ചെയ്യുന്നത് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ മോസ്റ്റ്ലി ഇതിനെക്കുറിച്ച് വലിയ അവയർ അല്ലാത്ത ഒത്തിരി ബിസിനസ്സുകാരുണ്ട്. ഈ ബൂസ്റ്റിംഗ് എന്താണെന്ന്, മെറ്റയിൽ എങ്ങനെ പേയ്മെന്റ് കൊടുത്തിട്ട് ഈ ആഡ് എത്തിക്കുന്നതെന്ന് അറിയാത്ത ഒത്തിരി പാവപ്പെട്ട ബിസിനസ്സുകാർ. ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ ഒരു ബിസിനസ്സാണ് ഈ പരിപാടി. ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് തന്നെ ഒത്തിരി പേര് സ്കാമാന്ന് പറയുന്നതിന് കാരണം ഇതാണ്, ഈ പ്രോപ്പർ നോളജ് ഇല്ല. അല്ല, അതിനകത്ത് ഞാൻ ഒരു കാര്യം ആഡ് ഓൺ ചെയ്തിട്ട് ഇപ്പം മിജോ പറഞ്ഞതുപോലെ തന്നെ ആപ്റ്റ് ആരാണ് ഒരു പ്രൊഡക്റ്റിന് എന്ന് കണ്ടുപിടിക്കുന്നത് സിമ്പിളി. ഇപ്പം മനുവിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ കേപ്പബിൾ ആരാണ്? 25 വയസ്സ് മുതൽ 35 വയസ്സുകാരനാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ കേപ്പബിൾ എങ്കിൽ ഞാൻ വിളിക്കുന്ന അല്ലെ മനു വിളിക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻസറിന് ആ ഓഡിയൻസ് ഉണ്ടോ? അവന് 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ആളുകളാണ് അവനെ കാണുന്നതെങ്കിൽ അവന് 2 മില്യനോ 10 മില്യൺ വ്യൂസ് വന്നോട്ടെ, കാര്യമില്ല. വ്യൂസിലല്ലല്ലോ കാര്യം. സോ ഇന്നത്തെ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബ്രാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ചിന്തിക്കുന്നത് വ്യൂസാണ്. ഓക്കെ, 5 ലക്ഷം ഫോളോവർ ഉണ്ട്, എല്ലാത്തിനും 1 മില്യൺ വ്യൂസ് ഉണ്ട്. ഇവിടെ ഇത് നിനക്ക് പറ്റിയ ഓഡിയൻസ് ആണോ ഇവനുള്ളതെന്നുള്ളത് ആദ്യം നീ അനലൈസ് ചെയ്യുന്നേ. അത് അനലൈസ് ചെയ്യാതെ ചുമ്മാ അത് ആരെ വിളിച്ചു ഇത് ചെയ്യുന്നത് തെറ്റല്ലേ? ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ്, അവരുടെ ആകെ കേരള ബേസ്ഡ് ബിസിനസ്സാണ്, കേരളത്തിലാണ് അവർക്ക് ക്ലയൻറ്റ് ഉള്ളത്. അപ്പോൾ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ ഇവർ ചോദിച്ചു, ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസർ ഓക്കെ ആണെന്ന് പറഞ്ഞ് ലിങ്ക് അയച്ചു. നോക്കുമ്പോൾ അവർക്ക് 3 മില്യൺ 4 മില്യൺ 5 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പ്ലസ് അവർക്ക് റീച്ച് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോന് തന്നെ എല്ലാ വീഡിയോയ്ക്കും ഓൾമോസ്റ്റ് മില്യൺ മേലെയാണ് വ്യൂസ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്താ അറിയോ? ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ആദ്യം അനലിറ്റിക്സ് എടുക്കാൻ പറഞ്ഞു. അനലിറ്റിക്സ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരുടെ ഒരു 80% ഓഫ് റീച്ചും നോർത്ത് ഇന്ത്യയിലാണ്. കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സ് അവർ മ്യൂസിക് ബേസ്ഡ് കോണ്ടന്റ് ചെയ്യുന്നത്, ഡയലോഗ്സ് ഇല്ല അവർക്ക്. സോ ഈ മ്യൂസിക് ട്രെൻഡിങ് ഓഡിയോസാ. ട്രെൻഡിങ് ഓഡിയോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുഷ്പ 2ന്റെ ട്രെൻഡിങ് ഓഡിയോ ഓൾ ഓവർ ഇന്ത്യ ദെൻ ഓൾ ഓവർ വേൾഡ് പോകുന്നുണ്ട്. സോ കേരളത്തിൽ ഓഡിയൻസ് മാത്രം, കേരളത്തിലെ കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നവർ 1 ലക്ഷമോ 1.5 ലക്ഷം കൊടുത്ത് ഈ ഒരു ഇൻഫ്ലുവൻസറിനെ ഹയർ ചെയ്താൽ എത്ര കോള് വരും എന്ന് വിചാരിച്ചിട്ടാ? വരത്തില്ല, ഒരെണ്ണം പോലും വരില്ല. വ്യൂ വരും, ഇച്ചിരി കാണിക്കാൻ ഒരു കാര്യമില്ല. അത് ശരിക്കും പറഞ്ഞാൽ പറയട്ടെ, ഈവൻ ഈ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത്
ആഡ്സ് നല്ല കണ്ടന്റ് ടീമിനൊക്കെ വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ വേഗം ഇച്ചിരി ഡാൻസ് കളിച്ചാലും ബ്രാൻഡുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെയുണ്ട് സ്പെസിഫിക്കലി, അവർക്ക് റീച്ച് എല്ലാം മില്യൺസിൽ പോകുന്നുണ്ട്. പക്ഷേ കാര്യം എന്താ, ഓൺലൈനിൽ നിന്ന് ഒരു സെയിൽ പോലും ഇല്ല, അവർക്ക് അറിഞ്ഞൂടാ. കാരണം നീഷ് ഓഡിയൻസിലേക്ക് അല്ല എത്തുന്നേ. ഞാൻ നോക്കി, ഞാനിപ്പോൾ ഓൺബോർഡ് ചെയ്താ നോക്കിയപ്പം അല്ല നോർത്ത് ഇന്ത്യയിലുള്ള നോർത്ത് ഈസ്റ്റ് ഇന്ത്യ നോക്കണം, ഒരു കാര്യമില്ല. പക്ഷേ കേരളത്തിലുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡാ, വുമൻ ക്ലോത്തിങ് ബ്രാൻഡാ, ഒരു കാര്യമില്ല. ഇപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ടാക്കിൾ ചെയ്യുന്ന അവിടെയാണ് നമ്മളെപ്പോലത്തെ എക്സ്പേർട്സ് വേണ്ടത്. ഇപ്പം മെജോ പറഞ്ഞു എന്താണ് അനലിറ്റിക്സ്. നമുക്ക് അനലിറ്റിക്സ് നോക്കാതെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മളിപ്പോൾ സെയിൽസിനെ പറ്റി പറയുമ്പോഴും മാർക്കറ്റിങ്ങിനെ പറ്റി പറയുമ്പോഴും നമ്മളത് ചെയ്ത് നോക്കിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു വീഡിയോ ഇട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു കണ്ടന്റ് വന്നാൽ എത്ര പേര് അത് കാണും, എത്ര പേരിലേക്ക് അത് വരും, എത്ര കൺവേർഷൻ നടക്കും, എന്നിട്ടാണ് നമ്മളൊരു ക്ലയന്റിന് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. വി ആർ ഇൻ ടു ദിസ്. കാരണം പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണല്ലോ നമ്മളിത് ചെയ്ത് നോക്കിയിട്ടാണ് ഇവിടെ വന്ന് ഇത് സംസാരിക്കുന്നത് തന്നെ. പേഴ്സണൽ ബ്രാൻഡിങ് പഠിപ്പിക്കുന്നുണ്ട് ബ്രാൻഡുകളെ, ഓണേഴ്സിനെ. അവിടെ മെജോ ഓൾറെഡി മെജോയുടെയും മെജോയുടെ വൈഫിൻ്റെയും അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടാണ് പറയുന്നത്. അതെ, ഇന്നിവിടെ എത്ര പേരുണ്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി ക്ലാസ് എടുക്കുന്ന ആളുകൾ, അവരുടെ സ്വന്തം പേജിൽ 1000 ഫോളോവറേ ഉള്ളൂ. എന്നിട്ടാണ് ആ വ്യക്തിയാണ് പറയുന്നത് കം ഓൺ ഗൈസ് നമുക്ക് പോകാം 1 മില്യൺ ഫോളോവറെ ഉണ്ടാക്കാം. യൂട്യൂബ് അടിച്ച് നോക്കിയാൽ 1 മില്യൺ ഫോളോവർ, പുള്ളിക്ക് ആകെ 100 ഫോളോവർ 200 ഫോളോവർ ആയിരിക്കും. പുള്ളി ആയിരിക്കും പറയുന്നത് ഞാനിത് പഠിപ്പിച്ചു തരാതെ. അതിന് വ്യൂസ് 100 കാണത്തുള്ളൂ. അതെ, 100 വ്യൂസേ കാണുള്ളൂ. എന്നിട്ട് പുള്ളിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഇവിടെ ആളാണ് നിൽക്കുകയാണ് ആളുകൾ. സീരിയസ്ലി എനിക്കറിയില്ല മലയാളി മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ സീരിയസ്ലി. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് സ്കാം കണ്ടായിരുന്നു. അതായത് അവർ യൂട്യൂബിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരാം, യൂട്യൂബിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ട്, സോ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സ് എടുത്താൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആക്ച്വലി അവിടെ അവർ കറൻ്റ്ലി കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ ചാനൽസും ഒക്കെ കാണിച്ചിട്ടാണ്. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിന്, കേരളത്തിൽ ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് അതിനെപ്പറ്റി ഒത്തിരി വന്നിട്ടുണ്ട്, ഒത്തിരി വലിയ കേസുകളെല്ലാം നടന്നിട്ടുണ്ട്. ബേസിക്കലി ഏതോ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ അക്കൗണ്ട് കോടികളുടെ സെയിൽസ് നടക്കുന്നത്, അതെടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എല്ലാം പറക്കിയിട്ട് ഇച്ചിരി വീഡിയോസൊക്കെ പറക്കിയിട്ട് പുള്ളിക്കാരൻ ആഡ് റൺ ചെയ്തിട്ട് ആൾക്കാരെ പിടിക്കുക. കാരണം ഇപ്പോൾ ഒത്തിരി വേഗം പൈസ ഉണ്ടാക്കാം, ഗെറ്റ് റിച്ച് മണി, വേഗം തന്നെ പൈസ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും വീഴുക. അത് ഒത്തിരി യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ വീഴുന്നത്, അവരുടെ ലൈഫ് പോവുക. കാരണം ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് എവിടെ പോയാലും നമ്മളിപ്പോൾ നല്ലൊരു കോഴ്സുകളെല്ലാം എല്ലാവരും പഠിക്കുന്നുണ്ട്, അത് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് അവിടെ തന്നെ നല്ലൊരു കരിയർ ഉണ്ടാക്കുന്നതിന് പകരം ഇല്ലെങ്കിൽ അവർ ഈ കരിയർ കൗൺസിലിംഗ് ടൈം തന്നെ ഇതെല്ലാം നോക്കണം അല്ലേ. ഇപ്പം മനു പറയുന്നതിനകത്ത് ഞാൻ അൾട്ടിമേറ്റ്ലി എൻ്റെ ലൈഫിൽ ഐ എം 35 റൈറ്റ് നൗ. ഞാൻ നേടിയത് മൊത്തം സെയിൽസ് കൊണ്ട്. ഞാൻ ഐ എം എ സിവിൽ എഞ്ചിനീയർ, പക്ഷേ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്തിട്ടില്ല. ഞാൻ നേടിയത് മൊത്തം സെയിൽസ് കൊണ്ടാണ്. ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന സ്പെക്ട്രത്തിലേക്ക് വാ. അവിടെ അതിന് മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറയട്ടെ, നല്ല സെയിൽസ്മാൻ ആണെങ്കിൽ ആർക്കും അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇനി വരുന്ന കാലം AI വന്നോട്ടെ, എന്ത് സാധനം വന്നോട്ടെ, പേഴ്സണലായിട്ട് സെയിൽസ് പേഴ്സൺ ഇല്ലെങ്കിൽ ഒരു സാധനം വിൽക്കാൻ പറ്റത്തില്ല. അവിടെ AIക്ക് ഒരിക്കലും സെല് ചെയ്യാൻ പറ്റില്ല. അല്ല, കാരണം എന്താണെന്ന് പറയട്ടെ, ഞാനാണ് വ്യക്തി, ഞാനാണ് മേടിക്കാൻ പോണത്, എനിക്ക് AI അല്ല വേണ്ടേ, എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതെന്താണെന്ന് പറഞ്ഞു തരാൻ ആളുകളുടെ സൈക്കോളജി അനുസരിച്ച് സെല് ചെയ്യണം. അതിന് മനുഷ്യനെ പറ്റുള്ളൂ. മനുഷ്യന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ മനുഷ്യനെ പറ്റത്തുള്ളൂ. എത്രയൊക്കെ വലിയ റോബോട്ട് വന്നാലും പറ്റൂല. ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ കോമ്പറ്റീറ്റർ നല്ല സെയിൽസ് പേഴ്സണെ വെച്ചിട്ടുണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് പോകാൻ പോകുന്നത് അല്ലേ. ഇപ്പം ഓട്ടോമേഷൻ ചെയ്യാം, പക്ഷേ ഇപ്പം എൻ്റെ ഇപ്പുറത്തെ എൻ്റെ കോമ്പറ്റീറ്റർ അവിടെ റീടാർഗറ്റിംഗ് പറ്റും മനു. പക്ഷെ ഫസ്റ്റ് ഒരു കൺവേർഷൻ എടുക്കാൻ റോബോട്ട്സിനെ കൊണ്ടോ AI കൊണ്ടോ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ നേരത്തെ എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് നമ്മളെത്തും. ട്രസ്റ്റ്, ക്രെഡിബിലിറ്റി. ഒരു ബ്രാൻഡിന് ആദ്യം വേണ്ടത് ട്രസ്റ്റും ക്രെഡിബിലിറ്റിയാണ്. പിന്നെ അവസാനമായിട്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ഞാനും മെജോയും ഘോരഘോരമായിട്ട് പ്രസംഗിക്കാറുണ്ട്, ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും വേറെ വേറെയാണ്. ഇത് ഒന്നാണെന്ന് വിചാരിക്കുന്ന ബ്രാൻഡുകളില്ലേ ഇവിടെ. മനു അനുഭവിക്കാറില്ലേ, മെജോ അനുഭവിക്കാറില്ലേ, ഞാൻ അനുഭവിക്കാറുണ്ട്. അല്ല, അതിനേക്കാൾ കോമഡി എന്താ അറിയോ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരുമിച്ച ഒരാളെ ചെയ്യുന്നത്. അതാണ് കോൺസെപ്റ്റ്. അല്ല, മോട്ടിവേഷനും മാർക്കറ്റിംഗും ഒന്നാ. ബേസിക്കലി ബിസിനസ് ഗ്രോത്തും മോട്ടിവേഷനും ഒന്നാ. ഇതിന്റെ ഈ ഡിഫറൻസിയേഷൻ, ഇത് എന്താണ് സംഭവം എന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മുടെ ഒരു ക്ലയന്റ് പറഞ്ഞു ഞങ്ങൾക്ക് കൺവേർഷൻ ഇല്ല, സെയിൽസ് സ്റ്റാഫ് പോരാ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവരുടെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ
അവർ തന്നെ ബ്രോഷറായിട്ട് പോകുന്നു, അവർ തന്നെ പ്രൊഡക്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് നോട്ടീസ് വിതരണം മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടാണ്, അഡ്വർടൈസിങ്ങിൻ്റെ പാർട്ടാണ്. അത് അവർ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ ആ വരുന്ന ലീഡ്സിനെ അവർ തന്നെ വിളിച്ച് സംസാരിച്ച് ക്ലോസ് ചെയ്ത് ഈ പറഞ്ഞ ഓപ്പറേഷനിലേക്ക് അവർ എത്തിക്കണം. സോ ഫോർ എക്സാമ്പിൾ ഒരു സോളാർ സോ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്, അല്ലെങ്കിൽ സെയിൽസ് ചെയ്യേണ്ടത് സെയിൽസ് മാത്രം എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ്. ഇത് രണ്ടും കൂടി ഒന്നാണെന്ന് പറഞ്ഞ് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യും? ബേസിക്കലി അത് കാരണം സെയിൽസിൽ ഒരാൾക്ക് നിൽക്കാൻ താല്പര്യമില്ലാത്തത്. അല്ല, അതുകൊണ്ടാണ് ഇപ്പം അടുത്തൊരു മിത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 10-50 പേരെങ്കിലും എൻ്റെ കരിയറിൽ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടേ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് സാലറി, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻസെൻറ്റീവ്. യെസ്, അൺലിമിറ്റഡ് മണി. സെയിൽസ് നല്ലപോലെ പഠിച്ചാൽ ഒരു മാസം 1 കോടി വരെ ഉണ്ടാക്കാം, പിന്നെ ഒരു റിസ്ക്കും ഇല്ലാതെ പണിയെടുത്ത്. സുഖം. ഞാൻ പറയട്ടെ, ഞങ്ങൾ എൻ്റെ കൺസൾട്ടേഷൻ ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞില്ലായിരുന്നു, ബേസിക്കലി ഇത്ര ഗ്രോത്ത് ആവുമ്പോൾ കമ്മീഷൻ തരിക, ഞാൻ ഗ്രോത്ത് ആക്കി തരാം. അത് കാരണം നമുക്കത് പറ്റും. കാരണം എന്താ, ഇപ്പം നമ്മളിത് നോക്ക്, നമ്മൾ ജാക്ക് ഓഫ് ഓൾ ട്രേഡ് അല്ല, ഓരോന്നിനും ഓരോ എക്സ്പേർട്സ് ഉണ്ട്. യെസ്. ബാക്കിയുള്ളവരൊക്കെ എന്താ, ഒരാൾ തന്നെ സെയിൽസ് മാർക്കറ്റിംഗ് അല്ല, ഒരു കൺസൾട്ടൻറ്റ്, അങ്ങനെ അല്ല. ശരിക്കും ഓരോന്നിനും അതിൻ്റെ തന്നെ എക്സ്പേർട്സ് ഉണ്ട്. അവർ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനി ഗ്രോ ആവും. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് വേറെയാണ്, എൻ്റെ എക്സ്പെർട്ടൈസ് വേറെയാണ്, മെജോർഡ് എക്സ്പെർട്ടൈസ് വേറെയാണ്, നമ്മുടെ ടീമിൽ പല എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരുടെ കോമൺ ആയിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ അതിന് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അതിന് ഞാൻ ഒരു ഉദാഹരണത്തോടെ പറയാം. ഇന്ന് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് ഒരാളോട് പറയാണ്, നിങ്ങൾക്ക് ടയർ കട തുടങ്ങാം. അപ്പോൾ ആ ബിസിനസ് ഓണർ എന്തോ ചെയ്യുന്നത്, ആലുവ മുതൽ എടപ്പള്ളി റൂട്ടിൽ ഇതില്ല, പഞ്ചർ കട ഇട്ടേക്കാം. ഈവൻ പഠിക്കുന്നില്ല, അത് എത്ര മണിക്കൂറിൽ എത്ര വണ്ടി പോകുന്നുണ്ട്, ഇവിടെ ലാസ്റ്റ് മന്ത് എത്ര വണ്ടികൾ പഞ്ചറായി കിടന്നു, ഇതൊന്നും ഇവൻ പഠിക്കുന്നില്ല, ഡാറ്റ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുന്നില്ല. ഇവൻ വന്നു 10 ലക്ഷം മുടക്കി ഒരു 10 സ്റ്റാഫിനെ എടുത്തിട്ട് കുറേ ടയറും വാങ്ങിച്ച് സൂപ്പർ ഡൂപ്പറായിട്ടുള്ള മെഷീൻസും ഇറക്കി വെച്ചിട്ട് ഇവരിയ്ക്കുകയാണ്. ഒരാഴ്ച വന്നില്ല, 2 ആഴ്ച വന്നില്ല, 2 പേര് വന്നു, 3-ാമത്തെ മാസം ആരും വന്നില്ല, 6-ാമത്തെ മാസം 10-15 ലക്ഷം രൂപ കടമാക്കി ഈ ഓണ്ടർപ്രണർ ഇത് പൂട്ടിപ്പോവും. അവിടെയാണ് ആരാണ് ഇവിടെ പറ്റിച്ചതെന്ന് ചോദിച്ചാൽ ആ കൺസൾട്ടൻ്റ് ആണ്, ആ ബിസിനസ് കൺസൾട്ടൻറ്റ്. അവൻ വെറുതെ ഹോപ്പ് കൊടുത്തു. ഞാൻ ഇന്നിവിടെ സത്യം പറയാമല്ലോ, മോട്ടിവേഷൻ കേൾക്കാറുണ്ട് പലരുടെയും, പ്രമുഖ ആളുകൾ ഉൾപ്പെടെ. നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ തുടങ്ങണം. തുടങ്ങണം മാർക്കറ്റ് പഠിച്ചിട്ട്. അല്ലാതെ കയ്യിൽ 10,000 രൂപയും കൊണ്ട്. കാരണം ചിലർ പറയുന്നത്, നീ ഒന്നും നോക്കണ്ട, നീ നിന്റെ കയ്യിലെ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങ്. വെറുതെ ഹോപ്പ് കൊടുത്തിട്ട് എങ്ങനെ പറ്റുന്നേ? പറ്റത്തില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ആർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവരും കോടീശ്വരന്മാരും എല്ലാവരും കപ്പ് ഓഫ് ടീ ആണോ ബിസിനസ്? അല്ല. മനു ചെയ്യുന്ന ബ്രാൻഡിങ് കൺസൾട്ടിങ് എന്നെ കൊണ്ട് പറ്റില്ല. ഇല്ല, എനിക്ക് സെയിൽസ് ആണ്. അതെ, ഞാൻ സെയിൽസ് ട്രെയിനറാണ്. മെജോ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. അതെനിക്ക് പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോന്നേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബിസിനസ് എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല. ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഡെഡിക്കേഷൻ വേണം, അതിന് റിസ്ക് കപ്പാസിറ്റി എടുക്കണം. ഫാമിലി, കൂട്ടുകാർ, എല്ലാത്തിൽ നിന്നും മാറി നിന്ന് നമ്മളൊരു കൊക്കൂൺ സ്റ്റേജിൽ കൊണ്ടുവന്ന് അവിടുന്ന് നമ്മളൊരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് വാല്യൂ ഉണ്ടാവണം, അതിന് ആൾക്കാർ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാനും പറ്റണം. ഇതൊന്നും അറിയാതെ ബേസിക്കലി ചില ആൾക്കാരുണ്ട് 9 to 5 ജോബും എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഇല്ലേ? പൊട്ടുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്നറിയോ? നോർമലി സോഷ്യൽ മീഡിയ ആയാലും ന്യൂസിലും പുറത്തെ എല്ലായിടത്തും കാണുന്നത് സക്സസ് ആയവരെ മാത്രമാണ്. ഈ ഫെയിൽ ആയവരാണ് ഇവിടെ ഒരു 60-70% എന്ന്, അതിനേക്കാളും കൂടുതലുണ്ട് ഇപ്പൊ കറന്റ്ലി. സോ അവിടെ ആ ഒരു കഥകളൊന്നും ഇവിടെ പുറത്ത് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഫെയിലിയർ ആരും അങ്ങനെ പെട്ടെന്ന് ഷെയർ ചെയ്യത്തില്ല. സോ സക്സസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഫാസിനേഷനിലാണ് പെട്ടെന്ന് എടുത്തു ചാടി ഇറങ്ങുന്നത്. കാരണം അത് വേഗം വൈറലാവുമല്ലോ. ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുക, ഞാനിത് ഇത്ര ഉണ്ടാക്കി, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ ഓഡിയൻസിലോട്ട് ആ ഹോപ്പ് കൊടുക്കുക, ഇത്രേ ഉള്ളൂ. ഇപ്പം ഈ കോമിൻ്റെ ഒരു ചുമ്മാ ഒരു 2 ആഡ് ഉണ്ടാക്കി ഡ്രോപ്പ് ഷിപ്പിംഗ് എടുത്താൽ ഇന്റർനാഷണൽ ചെയ്താൽ ഇപ്പോൾ പൈസ 16 കോടി അല്ലെങ്കിൽ 10 കോടി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് ഇതാ, എനിക്കിപ്പോൾ ഇത്ര സാലറി കിട്ടുന്നുണ്ട്, പയ്യെ ഇച്ചിരി കൂട്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഞാനൊന്ന് തുടങ്ങാം. അല്ല, ഇവിടെ ഇപ്പോൾ ആഡ് ഞാനും ട്രെയിനിങ് കൊടുക്കുന്നു. ഞങ്ങൾ ഇന്ന് വരെയും ഒരു മറ്റേ ആഡ് വിട്ടിട്ടില്ല. ഞങ്ങളുടെ ഫുൾ ക്ലയൻസ് വരുന്നത് റെഫറൻസ് ബിസിനസ് ആണ്. പക്ഷെ ഇനി ഞങ്ങൾ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. ചെയ്താലേ പറ്റുള്ളൂ. കാരണം എന്താ ഏറ്റവും വലിയ റീസൺ, നമ്മൾ 3 പേരും കോമൺ ആയിട്ട് ഇത് സംസാരിക്കാൻ ഇടയുണ്ടായത്, ഇന്ന്
ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആളുകളെ പറ്റിക്കുന്നത് കൊണ്ടാണ്. ഉറപ്പായിട്ടും. അപ്പോൾ ഈ ട്രെയിനിങ് ഇൻഡസ്ട്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറമോട്ട് പോവാം. ബിസിനസ് ഓണേഴ്സിനും ഓണ്ടർപ്രണേഴ്സിനും വിശ്വാസം ഇല്ലാതാവുകയാണ് നല്ല ട്രെയിനേഴ്സിനെ വരെ. അതെ. കാരണം ആളുകൾ ഇപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡിനെയും പറയുന്നില്ല, ഒരു ട്രെയിനറിൻ്റെ പേരും പറയുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റ്ലി ഇപ്പോൾ ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡിന് വേണ്ടി ട്രെയിനിങ് കൊടുത്തു. ഇന്ന് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനറായിരുന്നു അവരുടെ ട്രെയിനർ. അവരുടെ 25 ലക്ഷം അങ്ങ് പോയി. 25 ലക്ഷം പോയിട്ട് എൻ്റെ അടുത്ത് മെജോയുടെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവർ ബാർഗെയിൻ ചെയ്തു ഞങ്ങളുടെ കോസ്റ്റ്. അപ്പോൾ ഞാനും മെജോയും പറഞ്ഞു, ഓക്കെ ആ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം, നീ ഫസ്റ്റ് ഡേ ഞങ്ങളുടെ ഒന്ന് കണ്ടു നോക്ക് ഞങ്ങളുടെ ട്രെയിനിങ്. കേരളത്തിലുള്ള അവരുടെ ഫുൾ ഫ്രാഞ്ചൈസീസിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ 1.5 ദിവസത്തെ 2 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ ഒരു ബിസിനസ് ഒരു പാർട്ട്ണറാണ് ഒരു സ്റ്റാഫായിട്ട് വന്നിരുന്നു ഇത് കേട്ടത്. ഇതിൻ്റെ മെയിൻ ഓണറിൻ്റെ അനിയത്തിയാണ് ഞങ്ങളോട് കോർഡിനേറ്റ് ചെയ്തത്. ഇതൊക്കെ ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഇവർ ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ സീരിയസ്ലി ഐ ക്യാൻ സേ ഇറ്റ്, ഞാനും വളരെ പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അവർ പറഞ്ഞു, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുകളിലാണ് നിങ്ങൾ ഡെലിവറി ചെയ്തത്. യെസ്, അത് എപ്പോഴും ആവശ്യമുള്ളത്. നമ്മുടെ ക്ലയൻസിന് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വാല്യൂ കൊടുത്താൽ അത് വൈറലായിട്ട് വർക്കാവും. കേരളത്തിലെ MOU ആയിരുന്നു, തമിഴ്നാടായി. അതെ. അപ്പോൾ വൈ ഇപ്പം ഇവർ ചിലപ്പോൾ ഇത് കേൾക്കുന്നവർ ചിന്തിക്കുമായിരിക്കും ഇവൻ പറയുന്നത് ഇവനെ പറ്റിയല്ല. ഞാൻ എന്നെപ്പറ്റി പറയാൻ ഇടയാവുന്നത് എൻ്റെ കോൺഫിഡൻസ് കൊണ്ടാണ്. യെസ്, അതെ. എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല. വി ആർ ഇൻ ടു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്. ഞങ്ങളുടെ മാസത്തിലെ 5 ദിവസം മാറ്റിവെക്കാൻ റെഡിയാണ്. നിങ്ങൾക്ക് സെയിൽസ് കൂട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ബ്രാൻഡ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിനെ വളർത്തണമെന്നെങ്കിൽ വി ആർ ദെയർ ടു ഹെൽപ്പ് യു. അതെ. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബിസിനസ് ഉണ്ടെങ്കിലേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിലനിൽപ്പുള്ളൂ. ഉറപ്പായിട്ടും. സസ്റ്റൈനബിൾ ബിസിനസ് ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇല്ലെന്നേ. അത് വേറൊരു കാര്യമുണ്ട്, എത്ര ഇവർ പറ്റിക്കുന്നത്. ഒരു പ്രാവശ്യം വീഴും, പിന്നെയും വീഴത്തില്ലല്ലോ. സോ അതിലൊരു ചേഞ്ച് വരുത്തണം അല്ലേ. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പേഴ്സണലൈസ് ട്രെയിനിങ് ഈ 5 ഡേയ്സിൽ നമ്മളെ ബ്രാൻഡിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി, ഓവർ വാല്യൂ ചെയ്യാൻ പറ്റി, നമ്മളെ ബിസിനസ് എല്ലാം ബാക്ക് ടു സ്റ്റേബിൾ ഗ്രോത്ത്, വേഗം ഗ്രോത്ത് വരാൻ പറ്റി. പിന്നെന്താ വേണ്ടേ? അവിടെയാണല്ലോ എല്ലാം ബിസിനസ് ഓണേഴ്സിൻ്റെ ആഗ്രഹം. എന്താ? വേഗം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ആ എക്സ്പാൻഷന് കീ ഫാക്ടറാണ് നമ്മുടെ ഈ പറയുന്ന പേഴ്സണലൈസ്ഡ് 5 ഡേയ്സിൻ്റെ ട്രെയിനിങ് അല്ലേ. പക്ഷേ അതിന് നമ്മൾ അത്ര എഫേർട്ട് ഇടാൻ റെഡി ആവണം. ഫുൾ ഒരു ടീം വർക്കാണ്. സെയിൽസ് ഒരിക്കലും ഒരു സോളോ ഗെയിം അല്ല, ബിസിനസ് ഒരിക്കലും സോളോ ഗെയിം അല്ല. ഇറ്റ്സ് എ ടീം വർക്ക്. ഡെലിഗേഷൻ വേണം, നമ്മുടെ കൂടെ എക്സ്പേർട്സ് വേണം, അവരുടെ കൺസൾട്ടേഷനും വേണം അല്ലേ. മാർക്കറ്റിങ്ങിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓണർക്ക് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 24/7 ഉണർന്നിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ പറയുന്നത് കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങാതെ ചെയ്യുക എന്നുള്ളതല്ല, നമ്മളെ ടൂൾസും അതിൻ്റേതായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ബിസിനസ് ഓണർക്ക് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ ആവാം, സർവീസ് ആവാം, അതിൽ അവർ പെർഫെക്റ്റ് ആണ്, അവർ 100% കോൺഫിഡൻ്റ് ആണ്, അത് അവർ ചെയ്തിരിക്കും, അവരുടെ കസ്റ്റമേഴ്സിന് റിസൾട്ട് കൊടുത്തിരിക്കും. പക്ഷേ എന്ന് കരുതി അവർ മാർക്കറ്റിങ്ങിൽ സ്പെഷ്യലിസ്റ്റ് ആവണമെന്നില്ല. അവരുടെ പ്രൊഡക്റ്റിനെ കൃത്യമായിട്ട് അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയണമെന്നില്ല. സോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു അഡ്വർടൈസ്മെന്റ് ഇടുന്നതോ അല്ലെങ്കിൽ ഒരു മെറ്റാഡ് റൺ ചെയ്യുന്നതോ മാത്രമല്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 360 ആണ്. 360 ഡിഗ്രി ആ ബിസിനസ്സിന് ചുറ്റും അവരുടെ ബിസിനസ്സിനെ സ്പ്രെഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ബിൽഡിംഗ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ടൂൾസ് മാത്രമാണ് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റും വീഡിയോ ആർട്ട് പ്രൊഡക്ഷനും മറ്റ് ആഡ്സും കാര്യങ്ങളും. അത് ഞാൻ പറയട്ടെ, ബേസിക്കലി ഞാൻ ബിസിനസ് ഓഡിറ്റ് ചെയ്യുമ്പം മിക്ക ബ്രാൻഡുകൾക്കും ആകെ ഒരു കാര്യം പറയാനുള്ളൂ. കാരണം അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാം, പരസ്യം ഓടിക്കാൻ പറ്റിയിൽ റിസൾട്ട് വരും. ബേസിക്കലി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ ചാനലിൽ നിന്ന് ലീഡ്സ് വരണം, അത് സ്റ്റേബിൾ ആവണം, ആഡ്സ് റൺ ചെയ്തും വരണം. അല്ലാതെ ഓർഗാനിക് ആയിട്ടും റെഫറൽസ് ആയിട്ടും ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ബിൽഡ് ചെയ്യേണ്ടത്. അല്ല ഒറ്റയടിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല, അതിന് ടൈം എടുക്കും. അവിടെയാണ് നമ്മളെപ്പോലത്തെ കൺസൾട്ടൻറ്റ്, എക്സ്പേർട്ട് ആയിട്ടുള്ള കൺസൾട്ടൻറ്റ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ടത്. അവർക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കാനും. അല്ലാതെ ഒരു ദിവസം മോട്ടിവേഷൻ ക്ലാസ് തീർത്താൽ തീരുന്ന പ്രശ്നമല്ല ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ കൂടെ. അവർക്കിപ്പോൾ വലിയ ആഗ്രഹങ്ങളായിരിക്കും, ഓരോ ബിസിനസ്സിനും വലിയ ആഗ്രഹങ്ങളുണ്ട്. അവിടം വരെ എത്തിക്കാൻ നമുക്ക് അവരുടെ കൂടെ ലോങ് ടേം ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം കൺസൾട്ടന്റ്. അതാണ് റൈറ്റ് പാത്ത്. യെസ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൽ വളരെ ഇപ്പോഴെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവണം എന്നുള്ള കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ട്രഡീഷണൽ മെത്തേഡുകൾ അല്ലെങ്കിൽ ട്രഡീഷണൽ വഴികൾ നോക്കി നിൽക്കുന്നവരുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒന്ന്, ബിസിനസ് ഓണേഴ്സ് എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിൽ വന്നു തുടങ്ങി, ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് എക്സ്ട്രാ എഫേർട്ട് ഇടുമ്പോൾ കോമ്പറ്റേറ്റേഴ്സ് വന്നിട്ടില്ല എങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും ഇങ്ങോട്ട് പോകും. സെയിൽസ് പേഴ്സൺസിന് വളരെ ഈസിയാണ്
കൺവേർട്ട് ചെയ്യാൻ. Yes. രണ്ടാമത്തെ കാര്യം AI ഇംപ്ലിമെൻറ്റേഷൻ. Yes. AI ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ഫാസ്റ്റർ ആക്കുക. ഇപ്പോൾ അനലൈസ് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ChatGPT പോലെയുള്ള ഒത്തിരി ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. എത്ര ഹ്യൂമൻ എഫേർട്ട് ഇട്ടാലും അതിനെ 10 ഇരട്ടി ഫാസ്റ്റർ ആക്കാൻ AI ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് ബിസിനസ് ഓണർ സ്വന്തമായിട്ട് കുത്തിരുന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ സ്റ്റാഫ് ഇരുന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷെ അവിടെ എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് വേഗം നടക്കും. കാരണം എന്താ, ഒത്തിരി ബിസിനസ്സുകളും അത് സെയിം ഇവരെ പോലെയുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ ബിസിനസ്സുമായിട്ട് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത് ഈസിലി എന്താ പറയുക, ഫെയിലിയർ വരാൻ പോകുന്നത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാർക്കറ്റിൽ അപ്ലൈ. കാരണം അത് ഞാൻ പറയട്ടെ, ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പം അവിടെ എക്സ്പേർട്സ് ഇല്ല, പിന്നെ എന്താ കാര്യം ഇരിക്കും അല്ലേ? വെറുതെ പോയിട്ട് ഒരു 10 ലക്ഷം 30 ലക്ഷം മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്ത് ഒരു കാര്യമില്ല, റിസൾട്ട് ഇല്ല. ഇത് പ്രോപ്പറായിട്ട് ഓരോ ടീമിനും ഓരോ എക്സ്പേർട്സ് വേണം. മാർക്കറ്റിങ്ങിന് മാർക്കറ്റിംഗ് എക്സ്പേർട്സ് കൂടെ വേണം, സെയിൽസിന് സെയിൽസ് എക്സ്പേർട്സ് വേണം, ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ സിസ്റ്റംസ് ഉണ്ടാക്കാൻ സിസ്റ്റംസ് എക്സ്പേർട്സ് വേണം അല്ലേ? കാരണം ഇതെല്ലാം തുടങ്ങുന്ന അവിടെ നിന്നാണ്. കാരണം ഓഡിറ്റ് ചെയ്യണം ബിസിനസ്. സിസ്റ്റം ഡ്രിവൻ ആയാൽ മാത്രമേ ഇനി അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, ഇത് ഫ്ലോ അറിയണ്ടേ? അതെ, അതിലെ കാര്യമില്ലല്ലോ. ഇപ്പം അതിലാ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എല്ലാവരും കാണുന്നത് ബിസിനസ് ഓണറിന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മെയിനായിട്ട് പറയുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല. ഈ സമയമില്ലാത്തവർക്കാണ് AI ഉള്ളത്. ഇപ്പം ഞാൻ ജാക്സണും ഞങ്ങൾക്ക് എൻ്റെ മോസ്റ്റ് ഓഫ് ദി വീഡിയോസും 2-3 ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാം AI ജനറേറ്റഡ് ആണ്. സോ AI വീഡിയോസ് വൺസ് ആദ്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് പിന്നെ AIക്ക് വിട്ടുകൊടുത്താൽ മതി. ഇപ്പോൾ സ്റ്റാഫിന് ടൂള് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫ് അവിടെ ചെയ്തോളും. ഇന്ത്യയിലല്ല, അക്രോസ് ദ ഗ്ലോബൽ ഇപ്പം ഫൗണ്ടർ ലെഡ് സ്റ്റാർട്ടപ്സിന് വലിയ ഗ്രോത്താണ്. കാരണം ഈ ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി അപ്പം തന്നെ വരുക. ഒരു പേര് നമുക്ക് നാളെ ഏത് പേര് ഇട്ടിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങാം. ആ ബ്രാൻഡ് എത്ര ആഡ് ഓടിച്ചെന്ന് പറഞ്ഞാലും ഇപ്പുറത്തെ ഒരാൾ അയാളുടെ മനസ്സ് തുറന്ന്, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ലേ, നമ്മളെയാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇതിനുള്ള വാല്യൂ വേറെ എവിടെയും കിട്ടത്തില്ല. മനുവിന്റെ കമ്പനിയുടെ ബ്രാൻഡ് ആരാണ്? മനുവാണ്. എന്റെ കമ്പനിയുടെ എസാക് സൊല്യൂഷന്റെ ബ്രാൻഡ് ഞാനാണ്. ബിസ്മെന്റോറയുടെ ബ്രാൻഡ് ആരാണ്? മെജോ ആണ്. സോ അവിടെ നമ്മളെയാണ് ബ്രാൻഡ് ചെയ്തേക്കുന്നത്, നമ്മളാണ് ക്രെഡിബിൾ ആൻഡ് വി ആർ ദ ട്രസ്റ്റ് വർത്തി. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റും കമ്പനിയുടെ പേര് നോക്കിയിട്ടല്ല വരുന്നത്. ഓക്കെ, ജാക്സൺ മെജോയുമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, ഓക്കെ, മനുവാണ് കൺസൾട്ട് ചെയ്യുന്നത്. അവിടെയാണ് അവർക്ക് ഫ്രീ ഹാൻഡായിട്ട് അവർക്ക് അവരുടെ ബ്രാൻഡിന് നമുക്ക് തരാൻ പറ്റുന്നത്. ഓഡിറ്റ് ചെയ്യാനായിക്കോട്ടെ, എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നമുക്ക് തരാൻ പറ്റുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഒരു സ്ട്രക്ചർ ക്രിയേഷനിലൂടെ മാത്രമേ സെയിൽസ്, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് നടക്കത്തുള്ളൂ. സോ വി ആർ ഇൻ ടു ദാറ്റ്. സോ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയട്ടെ, നിങ്ങളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റിൽ സെയിൽസ് ക്ലോസ് ചെയ്യാനും മാർക്കറ്റിംഗ് കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനും നിങ്ങൾക്കൊരു ബ്രാൻഡ് ക്രിയേഷൻ നടക്കത്തുള്ളൂ. സോ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒറ്റയ്ക്ക് ഒന്നും പറ്റത്തില്ല. ഒരു വള്ളം ഒരാൾക്ക് ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ എവിടെ വരെ എത്തും? അതെ, നമ്മൾ പറയുന്നത് ഗ്രോത്തിനെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഗ്രോത്ത് നിങ്ങൾക്ക് ഏതൊരു ബിസിനസ് ഓണർക്കും വരും. പക്ഷേ അതിനെ ഫാസ്റ്റ് ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതിന് നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് കാരണല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നാലും നമുക്ക് ചെയ്യാം. പക്ഷെ ഒരുമിച്ച് കൂടുമ്പോഴാണ് അവിടെ ആ ഒരു ഫോഴ്സ്, എനർജി വരുന്നത്, വേഗം നടക്കും കാര്യങ്ങൾ. അതാണ് റിയാലിറ്റി. അതെ, ഇത് തന്നെയാണ് ഒത്തിരി ബ്രാൻഡുകൾ ഇപ്പോൾ കൺസൾട്ടേഷൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലായിരുന്നു 25 lakhs. ആ 25 lakhs ഒരു ബ്രാൻഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ പുള്ളിനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ഏതെങ്കിലും സ്റ്റാഫ് ആയിരിക്കും നീ ട്രെയിൻ ചെയ്യുന്നല്ലേ, പുള്ളിയുടെ പൈസ വെച്ചിട്ട് സെല്ല് ചെയ്തിട്ട് പുള്ളി പോകത്തില്ല. കാര്യമുണ്ടോ? കാരണം പുള്ളി പറഞ്ഞെങ്കിൽ പിന്നെ 25 കൊടുക്കണം. മനസ്സിലായി. ഇവിടെ ജാക്സനും മെജോയും കൊടുക്കുന്നത് ഞങ്ങൾ നേരിട്ടാണ്, ഞങ്ങളുടെ സ്റ്റാഫല്ല പോകുന്നത്. 5 ദിവസം ഞങ്ങളാണ് അവിടെ പ്രസന്റ്. എനിവേ ദിസ് ഈസ് ദ റിയാലിറ്റി. അതൊന്നും കൂടി ഞാൻ പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത്. കാരണം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ മിത്സ് എല്ലാം മാറ്റുക, റിയാലിറ്റി നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കുക. അതാണ് നമ്മുടെ ഈ ക്ലബിലത്തെ മെയിൻ അജണ്ട തന്നെ. ഈ ഒരു സെഷനിൽ നിന്ന് പ്രോപ്പർ വാല്യൂ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വി ആർ എൻഡിങ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് us. See you again.